हमको बोले कि आगरा में खाना मतलब कि सिस्टर मन के लिए खाना बनाना है, तो आप लोग मतलब कि ऐसे ऐसे करना करके बताए हमको। कौन बताए? मतलब पहले के जो दीदी मन गए थे उन्होंने रिटर्न वापस आए, वो दीदी मन हमको बताए, तो हम लोग फिर ठीक है एक बार जाके देखेंगे करके बोले। तो फिर बाद में फिर बोले कि मतलब मेरे को बोले कि कुकड़े जुड़ के 2 लड़की मन का हो गया है करके, तो ठीक है करके दान जगाने के लिए गढ़बंगल गई थी। उसके बाद वहाँ से फिर फोन किए कि आपके नाम से मतलब कि मेरे नाम ने और एक दीदी का नाम सुखमती है, उनके नाम से टिकट बुकिंग हुआ है, आप आओगे क्या करके। तो मैं बोली मेरे हाथ में पैसा नहीं है करके, तो फिर ना बोले कि हम लोग पैसा दे देंगे करके बोले, तो ठीक है करके हम लोग आ रहे थे। पैसा दिए? कितना पैसा दिया आपको आने जाने के लिए? मतलब बुकिंग किए हैं, हमको नहीं दिए। अच्छा, आने के बाद भी ऐसा लग रहा था कि मैं नहीं जाऊंगी आगरा, मैं वापस अपने नारायणपुर जाऊंगी, ऐसा लग रहा था? जी मैं। तो आप क्यों नहीं बोले जाऊंगी करके? तो मैं भैया कब से निकले हो घर से? घर से रात को 9 बजे से निकले मैं। നമസ്തേ. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഴിഞ്ഞ ദിവസം മലയാളി കന്യാസ്ത്രീകളായ പ്രീതി മേരിയെയും വന്ദന ഫ്രാൻസിസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് ഇവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. നാരായൺപൂർ ജില്ലയിലെ മർക്കാബോട്ട് ഗ്രാമത്തിലെ 18-19 വയസ്സുള്ള 3 ആദിവാസി പെൺകുട്ടികളെ ജോലി വാഗ്ദാനം നൽകി ആഗ്രയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു അറസ്റ്റ്. മാതാപിതാക്കളുടെ അനുമതിയോടെയാണ് പെൺകുട്ടികളെ കൊണ്ടുപോയതെന്ന് കന്യാസ്ത്രീകൾ വാദിക്കുമ്പോൾ തൻ്റെ സമ്മതമില്ലാതെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പെൺകുട്ടികളിൽ ഒരാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആ കുട്ടി ഇപ്പോൾ മാധ്യമങ്ങളോട് തുറന്ന് പറഞ്ഞ കാര്യമാണ് ഈ ചർച്ചയുടെ ആമുഖമായിട്ട് ഞങ്ങൾ കാണിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പെൺകുട്ടികൾ പരിഭ്രാന്തരാകുകയും TTEയുടെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് പോലീസ് സ്ഥലത്തെത്തുകയുമായിരുന്നു. ജോലിക്ക് കൊണ്ടുപോകുന്നത് ആഗ്രയിലേക്കാണെന്ന് പെൺകുട്ടികളിൽ എല്ലാവർക്കും അറിവുണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ടയെന്നും തിരുവസ്ത്രം ധരിച്ച് പ്രവർത്തിക്കാനാവുന്നില്ലെന്നും സ്ഥാപിച്ച് ഇടത് വലത് മുന്നണികൾ മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുമ്പോഴും ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അതേറ്റുപിടിച്ച് ചർച്ച കൊഴുപ്പിക്കുമ്പോഴും നിജസ്ഥിതി അറിയാനുള്ള ഒരു ഉദ്യമമാണ് ഈ ഡിബേറ്റ്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, RJD നേതാവ് സലിം മടവൂർ, KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, BJP വക്താവ് TP സിന്ധുമോൾ എന്നിവ പങ്കെടുക്കുന്ന എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ നേരത്തെ പരാമർശിച്ച ഈ ചർച്ചയുടെ ആമുഖത്തിൽ ആ കുട്ടി പറഞ്ഞതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: ആഗ്രയിലെ കന്യാസ്ത്രീ മഠത്തിൽ ഭക്ഷണമുണ്ടാക്കാനാണ് കൊണ്ടുപോയത്. തന്നോടൊപ്പം വരുന്ന മറ്റൊരു സ്ത്രീയുടെ പേരും പറഞ്ഞു. അവരുടെ പേരിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതായും അറിയിച്ചു. തൻ്റെ കയ്യിൽ കാശില്ലെന്ന് അറിയിച്ചപ്പോൾ പണം നൽകാമെന്ന് പറഞ്ഞു. ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്, പണം നൽകിയിട്ടില്ല. കുറേ കുട്ടികൾ പോയിട്ടുണ്ട്. നാരായൺപൂരിൽ നിന്നും പരിസരത്തു നിന്നും നിരവധി പേരാണ് പോയത്. 20-30 കുട്ടികൾ ഇത്തരത്തിൽ പോയിട്ടുണ്ട്. തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. രാത്രി 9 മണിയോടെ പുറപ്പെട്ടിടത്തു നിന്നും രാത്രി 9 മണിയോടെയാണ് പുറപ്പെട്ടത് എന്നും കുട്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു. ശ്രീ ജോഡ്, കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 8:30 ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെയും 3 പെൺകുട്ടികളെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്നാണ് ഛത്തീസ്ഗഡ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. രവി നിഗം എന്ന പ്രദേശവാസി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR. മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളായതുകൊണ്ട് 2 കന്യാസ്ത്രീകളെയും കോടതി റിമാൻഡ് ചെയ്തു. നീതിന്യായ വ്യവസ്ഥയിലെ സ്വാഭാവിക നടപടിക്രമങ്ങളാണ് ഇതൊക്കെ. ഇനി അന്വേഷണം നടക്കണം. അതിനിടയിൽ സഭ വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു.
ശ്രീ ജൂഡ്. നമുക്കറിയാം, ഇന്ത്യ എന്ന മഹാരാജ്യം ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ത്യയെ പുലർത്തുന്ന ഉന്നതമായ ജനാധിപത്യ ബോധവും നമ്മുടെ മതേതര സ്വഭാവവുമാണ്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിനൊക്കെ ഭംഗം വരുന്ന ചില നടപടികൾ രാജ്യത്തെ ചില പ്രത്യേക വിഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. യഥാർത്ഥത്തിൽ 2014 മുതൽ 2024 വരെ ഉള്ള കാലയളവിൽ ഇത്തരത്തിൽ 4316 അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്കറിയാം. 2023 733 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 2024 അത് 834 സംഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതേസമയം ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് ഈ കാലഘട്ടത്തിലാണ്. 2014 വെറും 174 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തെടുത്താണ് 2024 833 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 2025 ജാനുവരി മുതൽ 2025 ജൂൺ വരെ 6 മാസക്കാലം ഏകദേശം 378 കേസുകൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ വടക്കേന്ത്യൻ ഗ്രാമങ്ങളിൽ സാധുജന സേവനം ചെയ്യുന്ന സേവന സമർപ്പിതരായ മിഷനറിമാരെ, സന്യസ്തരെ ഒരു കൂട്ടം ആളുകൾ മോബ് അറ്റാക്ക് ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും പീഡനത്തിന് വിധേയരാക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ ഒരു യഥാർത്ഥ സംഭവമായി തെളിഞ്ഞു വരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത്. അത് വാസ്തവത്തിൽ കെട്ടിച്ചമക്കപ്പെട്ടതാണ്, ആരോപണങ്ങൾ മാത്രമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ പെൺകുട്ടികളെ ടി സമീപിക്കുന്നു, പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റിന് പകരം അവരുടെ കയ്യിൽ കൺഫേംഡ് ടിക്കറ്റ് ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് എന്തിനാണ് ബജറംഗ് ദളിൻ്റെ പ്രവർത്തകരെ ടി ഫോണിൽ വിളിച്ചു വരുത്തുന്നത്? അവരാണ് ആദ്യം എത്തിയത്. പോലീസിനേക്കാൾ മുൻപേ എത്തിയത് ബജറംഗ് ദളിൻ്റെ പ്രവർത്തകരാണ്. അവർ കൂട്ടം കൂടി ഇവരെ ചോദ്യം ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. പിന്നീടാണ് പോലീസ് എത്തുന്നത്. അത്തരത്തിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ സാധുജന സേവനം നടത്തുന്ന സമർപ്പിതരായ സന്യസ്തരെ, കന്യാസ്ത്രീകളെ ഈ ആളുകൾ കൂട്ടം ചേർന്ന് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ആ സംസ്ഥാനങ്ങളിലൊക്കെ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. പലപ്പോഴും നമുക്കറിയാം ആൻറ്റി കൺവേർഷൻ ലോസ് ആണ് ഇതിനെ ഉപയോഗിക്കുന്ന ഒരു നിയമപരമായ പശ്ചാത്തലം. അതിൽ പലപ്പോഴും നമുക്കറിയാം ഈ ആൻറ്റി കൺവേർഷൻ ലോസിലുള്ള ചില ടെർമിനോളജീസ്, ആ ടെർമിനോളജീസ് എന്ന് പറയുന്ന അവ്യക്തതയുണ്ട്. ഇപ്പോൾ ഫോഴ്സ്, ഇൻഡ്യൂസ്മെൻറ്റ്, അഡൾട്ടേഡ്, അങ്ങനെ പല കാര്യങ്ങൾക്കും ഒരു വ്യക്തതയില്ല, കൃത്യമായ ഡെഫിനിഷൻ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ 2021 UP ഗവൺമെൻറ് പാസ്സാക്കിയ പ്രോഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ, അതിൽ ഒരു ക്ലോസ് എന്ന് പറയുന്നത് അറ്റംപ്റ്റഡ് കൺവേർഷൻ എന്നാണ് പറയുന്നത്. ഈ അറ്റംപ്റ്റഡ് കൺവേർഷൻ എന്നുള്ളതിനെ, ഈ അറ്റംപ്റ്റഡ് എന്ന് പറയുന്നതിന് വ്യക്തമായ നിർവചനമില്ല. ഇപ്പം എന്ത് വേണമെങ്കിലും അതിൽ കൊണ്ടുവന്നിട്ട് ഈ കേസ് ചാർജ് ചെയ്യാൻ കഴിയാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത്തരത്തിൽ അംബിക്വിറ്റി നിലനിൽക്കുന്ന, അവ്യക്തത നിലനിൽക്കുന്ന ധാരാളം കാര്യങ്ങളാണ് ഈ ആൻറ്റി കൺവേർഷൻ ലോയ്സിൽ കാണാൻ പറ്റുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഇത്തരത്തിലെ വ്യാജമായ കേസുകൾ ഫ്രെയിം ചെയ്ത് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ, ഈ സേവനം ചെയ്യാനായിട്ട് സമർപ്പിക്കപ്പെട്ട ആളുകളെ ജയിലിലടക്കാൻ ശ്രമിക്കുന്നത്. അത് തീർത്തും അപലനീയമാണ്, നമുക്ക് നീതീകരിക്കാൻ കഴിയാത്തതാണ്. ഓക്കെ, ശ്രീ RV ബാബു, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇപ്പോ നമ്മുടെ പുറത്തു വന്ന ഈ വാർത്തകളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഇപ്പൊ നിങ്ങൾ തന്നെ കാണിച്ച വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പത്രക്കാരോട് പറയുന്നത്, ഒരു ചാനലിനോട് പറയുന്നത്, തങ്ങൾക്ക് ഈ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇതിനെ സംബന്ധിച്ച് വിവരം ഉണ്ടായിരുന്നില്ല എന്നും, തങ്ങൾ തിരിച്ചു പോകണം എന്നാവശ്യപ്പെട്ടു, പക്ഷേ ടിക്കറ്റ് എടുത്തു, അതുകൊണ്ട് ഇനി തിരിച്ചു പോകാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ നിങ്ങൾ കാണിച്ചു, ആ പെൺകുട്ടിയുടെ ഇന്റർവ്യൂ കാണിച്ചു. അത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂ ആണ്. നമ്മളിവിടെ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് മതപരിവർത്തനമൊക്കെ അവിടെ നിൽക്കട്ടെ, ഛത്തീസ്ഗഡിലെ ഒരു നിയമമുണ്ട്, 2013 പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ്. ആ നിയമം എന്താണ്? ആ നിയമം ഛത്തീസ്ഗഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് ആക്ട് 2013 എന്ന് പറഞ്ഞൊരു നിയമമാണ്. ഛത്തീസ്ഗഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് ആക്ട് 2013. ആ നിയമം
കൊണ്ടുവരാൻ തന്നെ കാരണം ഛത്തീസ്ഗഡിൽ നിന്ന് ഒരുപാട് ആളുകളെ ഇതേപോലെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഡൊമസ്റ്റിക് പർപ്പസിൽ ഡൊമസ്റ്റിക് വർക്കർ എന്നുള്ള പേരിലും അല്ലാതെയും ഒക്കെ എംപ്ലോയ്മെന്റിന്റെ പേരിലൊക്കെ ട്രാഫിക്കിംഗ് നടത്തുന്ന പരാതികൾ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഛത്തീസ്ഗഡിലുണ്ട്. അപ്പോ ഛത്തീസ്ഗഡ് അവിടുത്തെ സർക്കാർ 2013 ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവന്നു. അതാണ് ഛത്തീസ്ഗഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് ആക്ട് 2013. ആ ആക്ട് അനുസരിച്ച് ഛത്തീസ്ഗഡിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന എംപ്ലോയ്മെന്റിന് വേണ്ടി പർപ്പസിന് വേണ്ടി കൊണ്ടുപോകുന്ന ആളുകൾ ഒരു പ്രൈവറ്റ് ഏജൻസി, ആ ഏജൻസി ഷുഡ് ബി രജിസ്റ്റേർഡ്. അവർ രജിസ്റ്റർ ചെയ്തിരിക്കപ്പെടണം. മാത്രമല്ല അവർക്ക് ലൈസൻസ് വേണം. അപ്പോ ആ ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ആളുകളെ പുറത്തേക്ക് ജോലിക്ക് കൊണ്ടുപോകാൻ പറ്റൂ. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോകാൻ സാധ്യമല്ല. ഈ നിയമം അനുസരിച്ച് അത് പ്രിവെന്റ് ചെയ്യുന്നു. ഇവർക്ക് 5 വർഷം കൂടുമ്പോൾ ഈ ലൈസൻസ് പുതുക്കുകയും വേണം. ഇങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലോ ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ ട്രാഫിക്കിങ്ങിനെ സംബന്ധിച്ചുണ്ട്. ഇവിടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ, ആ പെൺകുട്ടികളെ ഈ തരത്തിലുള്ള ജോലിക്ക് വേണ്ടി ആഗ്രയിലേക്ക് കൊണ്ടുപോകാൻ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ലൈസൻസ് ഉള്ള ഒരു അതോറിറ്റി ഉണ്ടോ? അങ്ങനെ കൊണ്ടുപോകാൻ ലൈസൻസ് ഉണ്ടോ അവർക്ക്? ഛത്തീസ്ഗഡിലെ നിയമമാണ്, കേരളത്തിലെ നിയമമില്ല. ഛത്തീസ്ഗഡിൽ അങ്ങനെ ഒരു നിയമം ഉണ്ട്. ആ നിയമം അനുസരിച്ച് ഈ ട്രാഫിക്കിംഗ് തെറ്റാണ്, നിയമവിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് 143 ക്ലോസ് 3 വെച്ചിട്ട് കേസെടുത്തിട്ടുള്ളത്. അവിടെ മതപരിവർത്തനത്തിന്റെ കേസ് അവിടെ വകുപ്പ് ചാർത്തിയിട്ടുണ്ടോ എന്ന് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഞാൻ FIRന്റെ കോപ്പി ഞാൻ കണ്ടിരുന്നു. ആ FIRന്റെ കോപ്പിയിൽ ഭാരതീയ ന്യായ സംഹിത 143 ആണ് ചാർജ് ചെയ്തിട്ടുള്ളത്. മതപരിവർത്തനത്തിന്റെ ആക്ട് അതിനകത്ത് വന്നിട്ടില്ല എന്നാണ് ഞാൻ കണ്ടത്. ഇനി അതിനുശേഷം ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇത് ക്ലിയർ കേസ് ഓഫ് എന്താ പറയാ, ഇത് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. ആ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് സത്യത്തില് അവിടെ എന്താ ഉണ്ടായത്? ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടികളെ കൊണ്ടുവന്നാക്കാൻ വന്ന അയാൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വരികയും അത് അവിടുത്തെ TT ഇയാളെ ചോദ്യം ചെയ്ത് പിടിച്ച സമയത്ത് ഇയാളുടെ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല. അപ്പോ ഇയാളുടെ കൂടെയുള്ള പെൺകുട്ടികൾ അവരുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, കൺഫേം ടിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നു. ശരി, ആ ടിക്കറ്റിലുള്ള കുട്ടികൾക്ക് അവരുടെ ഈ ഐഡന്റിറ്റി കാർഡ്സ് കാണിക്കാൻ പറയും, ആധാർ കാർഡോ അതുപോലുള്ളത്. ഇതൊന്നും ആ കുട്ടികളുടെ കയ്യിലില്ല. ആ കുട്ടികളുടെ കയ്യിൽ ഒരു രേഖയുമില്ല. ഇപ്പൊ ഇവര് പറയുന്നത് ഈ കുട്ടികൾ ക്രിസ്ത്യാനികളാണ് എന്നാണ്. ആ ക്രിസ്ത്യാനികളാണ് ഈ കുട്ടികൾ എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയൊന്നുമില്ല. പാരന്റ്സ് റെയിൽവേ പോലീസിനോട് മൊഴി കൊടുത്തു എന്ന് പറയുന്നത് ഇവരൊക്കെ ക്രിസ്ത്യാനികളാണെന്ന്. ഇവർ ആദിവാസി വിഭാഗക്കാരാണ്. അങ്ങനെ പാരന്റ്സ് ക്രിസ്ത്യാനികളായി എന്നുള്ളതിന്റെ വല്ല രേഖയുണ്ടോ? അങ്ങനെ ഒരു രേഖയുമില്ല സത്യത്തിൽ. കാരണം അവിടെ ഈ പറയുന്ന ആന്റി കൺവെർഷൻ ലോ അനുസരിച്ചിട്ട് അതിന്റെ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള ഒരു കൺവെർഷൻ അവിടെ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മതം മാറി എന്ന് പറയുമ്പോഴും നിയമപരമായി മതം മാറ്റുന്നത് ബുദ്ധിമുട്ടാണ്. അവിടെ അതിന് ഒരുപാട് കടമ്പകൾ കടക്കണം. അപ്പൊ മതം മാറി എന്ന് നിയമപരമായി സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ലീഗൽ പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശ്രീ RV ബാബു, BNS 143 സെക്ഷൻ 143 അതിന് പുറമെ ഛത്തീസ്ഗഡ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ടിലെ സെക്ഷൻ 4 അതിൽ പറയുന്നത് ദിസ് സെക്ഷൻ പ്രൊഹിബിറ്റ്സ് കൺവേർഷൻ ഫ്രം വൺ റിലീജിയൻ ടു അനദർ ബൈ ഫോഴ്സ്, ഫ്രോഡ്, ഇൻഡ്യൂസ്മെന്റ് ഓർ എല്യോമെന്റ്, എസ്പെഷ്യലി വിത്തൗട്ട് പ്രയോർ പെർമിഷൻ. അതുകൂടിയുണ്ട് സെക്ഷൻ 4 ഓഫ് ഛത്തീസ്ഗഡ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട്. അനിൽ നമ്പ്യാർ, എന്റെ കയ്യിൽ ആദ്യം വന്ന ഓക്കെ ശരി, ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ ആദ്യം വന്ന FIRൽ 143 മാത്രമേ, ഭാരതീയ ന്യായ സംഹിത 143 മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ പറയുന്ന സെക്ഷൻ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നുള്ള റിലീജിയസ് എന്നുള്ളതും കൺവേർഷന് എതിരായിട്ടുള്ള വകുപ്പും എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, എന്റെ കയ്യിൽ വന്നിട്ടില്ല. ഓക്കെ, അതും കൂടി ചേർത്തിട്ടുണ്ടാവാം. അങ്ങനെ ചേർക്കാൻ കാരണം എന്താണ്? ഛത്തീസ്ഗഡിൽ ഇത്തരത്തിലുള്ള മതം മാറ്റം വ്യാപകമായി നടക്കുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ? ഛത്തീസ്ഗഡിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഈ മനുഷ്യ സേവനം എന്നുള്ള പേരിലൊക്കെ പ്രവർത്തിക്കുന്നവര് വ്യാപകമായി, പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിൽ. ഛത്തീസ്ഗഡ് ഒരു ട്രൈബൽ മേഖലയുടെ വലിയ തോതിൽ സ്വാധീനമുള്ള, ട്രൈബ്സിന് വലിയ തോതിൽ സ്വാധീനമുള്ള ജനസംഖ്യയുള്ള മേഖലയാണ്. അവിടെ പോയി ഈ പാവങ്ങളെ
തെറ്റിദ്ധരിപ്പിച്ച് മതം മാറ്റുന്ന പ്രവർത്തനം വ്യാപകമായി ക്രൈസ്തവ സഭകൾ നടത്തുന്നു. ഞാനിത് വ്യവസ്ഥാപിത ക്രൈസ്തവ സഭകൾ ഈ പ്രവർത്തനം നടത്തുന്നു വ്യാപകമായി എന്നുള്ളതിനേക്കാൾ ഈ ആംഗ്ലിക്കൻ സഭകൾ ഈ മേഖലയിൽ വലിയ തോതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇവിടെ ഈ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ആളോട് ചോദിക്കാനുള്ളത്, ഈ മനുഷ്യ സേവനത്തിന്റെ പ്രവർത്തനം അത് ഈ ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രം ആണോ നടത്താൻ നിങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ? നിങ്ങൾ മനുഷ്യ സേവനം ഹിന്ദുക്കളുടെ പിന്നോക്കക്കാര്, ആദിവാസികള്, പട്ടികജാതിക്കാര് അതുപോലുള്ള മേഖലയിൽ മാത്രമാണോ മനുഷ്യ സേവനം? ബാക്കി മേഖലകളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം സമുദായങ്ങൾ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളുണ്ട്. എന്താ, മുസ്ലിങ്ങളിൽ പട്ടിണിക്കാരില്ലേ? മുസ്ലിങ്ങളിൽ നിരക്ഷരന്മാരില്ലേ? മുസ്ലിങ്ങളിൽ പാവപ്പെട്ടവരില്ലേ? മുസ്ലിങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ലേ? എന്തേ അവിടെ പോയിട്ട് ഈ മനുഷ്യ സേവനത്തിന്റെ ചിത്രമൊന്നും പറയാത്തത്, കഥയൊന്നും പറയാത്തത്? അവിടെ പോയിട്ടൊന്നും മനുഷ്യ സേവനം നടത്തുന്നതായിട്ട് കണ്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തരത്തിൽ ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ മാത്രം ഈ സേവനവുമായിട്ട് കടന്നു ചെല്ലുന്നത്? ഹിന്ദുക്കൾ മാത്രമാണോ ഈ പറയുന്ന മനുഷ്യ സേവനം അർഹിക്കുന്നുള്ളൂ? അപ്പോ ആസൂത്രിതമാകട്ടെ. കാരണം ഹിന്ദു മതം എന്ന് പറയുമ്പോൾ, ഹിന്ദു വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ വളരെ ലൂസ് സ്ട്രക്ചറിൽ ജീവിക്കുന്നവരാണ് ഹിന്ദുക്കൾ. കടുത്ത മതബോധമോ കടുത്ത മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലോ ജീവിക്കുന്ന ആളുകളല്ല. അപ്പൊ അവരെ അതിനനുസരിച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്ത് മതം മാറ്റുന്ന പ്രവർത്തനം ആസൂത്രിതമായിട്ട് ക്രൈസ്തവ സഭകൾ ഈ മേഖലയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെതിരായിട്ട് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആരാണ് ഈ ആന്റി കൺവെൻഷൻ ലോ കൊണ്ടുവന്നത്? ഇന്ത്യയിലെ ആന്റി കൺവെൻഷൻ ലോ കൊണ്ടുവന്നത് ആരാണ് ആദ്യമായിട്ട്? BJP ഗവൺമെന്റ് ആണോ? ആന്റി കൺവെൻഷൻ ലോ കൊണ്ടുവന്നത് കോൺഗ്രസ് ഗവൺമെന്റുകളല്ലേ? ആദ്യത്തെ ആന്റി കൺവെൻഷൻ ലോ ഒറീസയിലാണ് വരുന്നത്. ആരാ കൊണ്ടുവന്നത്? കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ? ഈ രാജ്യത്ത് 10-20ഓളം സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ആന്റി കൺവെൻഷൻ ലോ ഉണ്ട്. ഈ ആന്റി കൺവെൻഷൻ ലോ കൊണ്ടുവന്നത് ഈ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. കാരണം ഈ തരത്തിലുള്ള മതപരിവർത്തന ശ്രമങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ നടക്കുന്നു. അതിന്റെ പരാതികൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മതപരിവർത്തന നിരോധന നിയമങ്ങൾ അവിടെ വന്നത്. ആരാണ് മതപരിവർത്തനത്തെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തത്? മഹാത്മാഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് പറഞ്ഞത് ഈ മതപരിവർത്തന നിരോധനം കൊണ്ടുവരണം, നിയമം എനിക്ക് അധികാരം കിട്ടിയാൽ മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിജിയാണ്. സുവിശേഷവൽക്കരണത്തിന്റെ പേരിൽ ഈ നടത്തുന്നതൊക്കെ മതപരിവർത്തനമാണ് എന്ന് ആരോപണം ഉന്നയിച്ച ആളുടെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ചരിത്ര വസ്തുതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ കാണുമ്പോൾ ഇത് കേവലം ഒരു മതപരിവർത്തനത്തിന്റെ വിഷയം മാത്രമല്ല, ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്ന ഒരു ആക്ടിന്റെ ലംഘനമാണ്. നിയമം ലംഘിച്ചുകൊണ്ട് അവിടെ നിന്ന് ആളുകളെ ജോലിക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു രജിസ്റ്റേർഡ് ഏജൻസിക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. അവർക്ക് ലൈസൻസ് ഉണ്ടാകണം. അപ്പോൾ ആ തരത്തിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ട്രാഫിക്കിംഗ് തന്നെയാണ് ഛത്തീസ്ഗഡിൽ നടന്നത് എന്ന ഒരു പരാതിയാണ് അവിടെ ഉള്ളത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൂട്ടത്തിൽ അതിന്റെ മറ്റ് സാഹചര്യങ്ങളൂടി കണക്കിലെടുത്തിട്ടാവണം ഈ പറയുന്ന രീതിയിൽ ഒരു മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പരിധിയിൽ കൂടി അതിനകത്ത് ആ വകുപ്പുകൾ ചേർത്തിട്ടുള്ളത് എന്ന് വേണം അനിൽ നമ്പ്യാർ ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ. ഓക്കെ, അടുത്ത TP സിന്ധുപോൾ, നേരത്തെ RV ബാബു പരാമർശിച്ചതുപോലെ ആദിവാസി സമൂഹത്തിൽ പാവപ്പെട്ടവരായ യുവതികളെ തൊഴിലവസരത്തിൻ്റെ പേരിൽ അവരെ കബളിപ്പിച്ച് മതപരിവർത്തനത്തിൻ്റെയും മനുഷ്യക്കടത്തിൻ്റെയും അതുപോലെ പാശ്ചാത്യ മത കച്ചവടത്തിൻ്റെയൊക്കെ ഇരകളാക്കുകയാണ്. ഇതിൽ സമൂഹം പ്രതികരിക്കുകയും മിഷണറി സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽ കർശന പരിശോധന ആവശ്യപ്പെടുകയും ചെയ്യുന്നതിന് പകരം മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തതിനെ സംഘപരിവാർ വിരുദ്ധ ആയുധമാക്കി രാഷ്ട്രീയം കളിക്കുകയല്ലേ? കഴിഞ്ഞ 2 ദിവസങ്ങളായി ഛത്തീസ്ഗഡ് സർക്കാരിനെ ആക്രമിക്കുന്നു, BJPയെ ആക്രമിക്കുന്നു, അതുവഴി കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുന്നു. പക്ഷേ ഇതിലെ നിജസ്ഥിതി പരിശോധിക്കേണ്ടതല്ലേ? നോക്കൂ, നിയമം എല്ലാവർക്കും തുല്യമാണ്, നിയമം എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. അത് കന്യാസ്ത്രീ ആണെങ്കിലും അത് സന്യാസിനിയാണെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതല്ലേ നമ്മുടെ നാട്ടിലെ പൊതുവിലുള്ള വ്യവസ്ഥ? തീർച്ചയായും അനിൽ നമ്പ്യാർ, അങ്ങനെ തന്നെ വേണം അതിനെ കരുതാൻ. ഇവിടെ നോക്കൂ, ഈ വിഷയത്തിൽ
ബാബു സാറ് വളരെ കാര്യഗൗരവത്തോടു കൂടി എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു തീർത്തു. എന്നാൽ ഞാൻ ഒന്നുകൂടി അതിൽ കൂടി ഒന്ന് സ്പർശിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ വരുമ്പോൾ ഏത് വിഷയവും BJPക്കെതിരെ, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നുള്ള പ്രചരണം തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇപ്പോൾ വീണു കിട്ടിയ ഒരവസരം എന്നുള്ള രീതിയിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എടുത്തിരിക്കുന്നതിന് ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്കതിന് ഒട്ടനവധി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഒന്നിപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, അവർ ക്രിസ്ത്യൻ മേഖലയിൽ നിന്നാവട്ടെ മുസ്ലിം വിഭാഗത്തിൽ നിന്നാവട്ടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ പോരുന്ന സാഹചര്യത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. 20% വോട്ട് വർധനവിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തുകയും ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ഒക്കെ പ്ലാറ്റ്ഫോമിൽ അവരുടെ മീറ്റിങ്ങുകളിൽ അവർ അവതരിപ്പിച്ച പ്രമേയങ്ങളിലൊക്കെ അവർ പ്രധാന വിഷയമായി വെച്ചത് BJPയുടെ വളർച്ചയാണ്. ന്യൂനപക്ഷങ്ങൾ അടുക്കുന്നു എന്നുള്ളതാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടായി അവർ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ ഇവിടെ LDF ആയാലും UDF ആയാലും വീണു കിട്ടിയ ഒരവസരം എന്നുള്ള രീതിയിൽ സത്യത്തിൽ അവരിതിനെ വളരെ വികൃതമായ രീതിയിൽ പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ട് വളരെ വികൃതമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ വീണ്ടും ആശങ്കപ്പെടുത്തുകയാണ്. എനിക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ പറയാനുള്ളത് കേരളത്തിലെ എല്ലാ ന്യൂനപക്ഷങ്ങളോടും, നിങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിക്കാം, ചേർന്ന് നിൽക്കാം. നിങ്ങളെ ഉപദ്രവിക്കാൻ ഞങ്ങൾ ഒരു തരത്തിലും തയ്യാറല്ല, അതിനും ആഗ്രഹവുമില്ല. അങ്ങനെ ഒരു മുന്നോട്ട് പോക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതിന് ശ്രമിച്ചിട്ടില്ല. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നിങ്ങൾ മൂന്നാം കണ്ണ് തുറന്ന് കാണണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം കുറേ കാലങ്ങളായി ഇവിടെ ഈ കുപ്രചരണങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങിയിട്ട് BJP. ഇപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി ഇപ്പോൾ നമ്മൾ കണ്ടു, എറണാകുളത്ത് വന്നപ്പോൾ ഒരു വലിയ വിഷയത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് BJPയോട് ചേർന്ന് നിന്നതെന്ന് നമ്മൾ കണ്ടു. അതിവിടെ എങ്ങനെയാണ് ഇവരെ അസ്വസ്ഥരാക്കിയതെന്നൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം ഇതിനു വേണ്ടി ഒരു മന്ത്രി ഓടി നടക്കുന്നു, കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഓടി നടക്കുന്നു, വീടുകൾ സന്ദർശിക്കുന്നു. അപ്പോൾ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ട് വളരെ വികൃതമായിട്ട് അവതരിപ്പിക്കുന്നു. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു നിയമലംഘനം ഉണ്ടായോ ഇല്ലയോ എന്നുള്ള പരിശോധന അവിടെ നടക്കുന്നു. TTE കുട്ടികളോട്, 3 പെൺകുട്ടികളോട് ടിക്കറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ ടിക്കറ്റില്ല, പ്ലാറ്റ്ഫോം ടിക്കറ്റില്ല. അവർ പറയുന്നു ഇന്നതുപോലെ ഞങ്ങളെ ആഗ്രയിലെ, കുട്ടികൾ പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അവർ പറയുന്നത് ആഗ്രയിലെ ഫാത്തിമ എന്ന് പറയുന്ന ആശുപത്രിയിലേക്ക് ജോലിക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. ഈ ടിക്കറ്റിനെ കുറിച്ച് മറ്റു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ റിമാൻഡിലുള്ള വളരെ സങ്കടമുണ്ട്. അവർ തെറ്റുകാരല്ലെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് പുറത്തു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവർ പറയുന്നു ഇവരെ വീട്ടുജോലിക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. സ്വാഭാവികമായും കേൾക്കുമ്പോൾ തന്നെ ഒരു വൈരുദ്ധ്യം അവിടെ ഉണ്ടായിരിക്കുന്നു. അതിലൊരു പെൺകുട്ടി പറയുന്നു എൻ്റെ അറിവോടെ അല്ല കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അവിടെ വരുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരെന്താണ് ചെയ്യുക? അത് കൂടുതൽ എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം. അതിന് സ്വാഭാവികമായിട്ടും ആശ്രയിക്കുന്നത് എന്തിനെയാണ്? നമ്മൾ ഇവിടുത്തെ നിയമത്തെയാണ് അതിനെ ആശ്രയിക്കുക. അത്തരത്തിൽ അത് നിയമത്തിൻ്റെ മുന്നിൽ വരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ, ജുഡീഷ്യറിയുടെ മുന്നിൽ ഹാജരാക്കണമെന്നുള്ളത് കേരളത്തിലെ മാത്രം നിയമമല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള നിയമമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഹാജരാക്കുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനായിട്ട് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ അവരെ റിമാൻഡിലേക്ക്, ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടാൻ പറയുന്നത് ഒരു കോടതി അത് പറയുമ്പോൾ കോടതിയുടെ മുന്നിൽ വ്യക്തമായ രേഖകളോ കാര്യങ്ങളോ സംസാരിക്കാതെ, തെളിവുകൾ സംസാരിക്കാതെ ഒരു ജഡ്ജോ മജിസ്ട്രേറ്റോ അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കില്ല എന്ന് ചിന്തിക്കാനുള്ള സ്വാഭാവികമായ ഒരു ബുദ്ധിയെങ്കിലും ഇവിടുത്തെ ഈ രാഷ്ട്രീയം പറയുന്ന ഇതിനെ വികൃതമാക്കുന്ന LDFകാർക്കും UDFകാർക്കും ഉണ്ടാവേണ്ടേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മറ്റൊന്ന്, ഈ പെൺകുട്ടികൾ വന്നിരിക്കുന്ന സ്ഥലം നാരായൺപൂർ, ഛത്തീസ്ഗഡിലെ നാരായൺപൂരിലെ അബൂജ് മാഡിൽ നിന്നാണ്. അബൂജ് മാഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്ട് 4000 അടി വിസ്തൃതിയിൽ കിടക്കുന്ന നിബിഡ വനങ്ങളോട് ചേർന്ന ഒരു പ്രദേശം. ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റുകളെ വേട്ടയാടപ്പെട്ട അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ ഉണ്ട് എന്ന് കരുതുന്ന, ഇവിടുത്തെ സൈന്യം ഉൾപ്പെടെ അധികാരികൾ ഉൾപ്പെടെ നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഒരു സ്ഥലം, അതാണ് അബൂജ് മാഡ്. ഏതാണ്ട് ഗോവയുടെ അത്രയും വലിപ്പം വരും. ഗോവ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ അത്രയും
വലിപ്പം വരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഈ 3 പെൺകുട്ടികൾ ഇവിടെ പരിഭ്രാന്തരായി എത്തുകയും പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറയുകയും എൻ്റെ സാന്നിധ്യത്തിലല്ല, എൻ്റെ അറിവോടെ അല്ല ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായി ഒരു നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇതല്ലേ സംഭവിക്കുക. അപ്പം ഇവിടെ ഒരു പള്ളിയിൽ പോകുന്ന മുസൽമാനായാലും മുല്ലാക്കയായാലും ഇപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ചാരിറ്റി ചെയ്യുന്ന ഒരു തർക്കവുമില്ല. ഈ ന്യൂനപക്ഷ വിഭാഗം ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്യുന്ന ചാരിറ്റിയെക്കുറിച്ച് ഞങ്ങൾക്കാർക്കും സംശയമില്ല. വളരെയധികം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസം ഉൾപ്പെടെ ആരോഗ്യ മേഖല ഉൾപ്പെടെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇവിടുത്തെ ജനങ്ങളുടെ കൈപിടിച്ചുയർത്തിയ ജീവിത നിലവാരം ഉയർത്തിയ ഒരു ന്യൂനപക്ഷം തന്നെയാണ് ക്രിസ്ത്യൻ വിഭാഗം. അതിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല, അതിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇപ്പോൾ ഒരു ഹിന്ദു സന്യാസിയായാലും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇവിടെ എൻ്റെ ഒരു സഹോദരൻ സംസാരിച്ചു, ഏതാണ്ട് 4316 അക്രമങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം ഇവിടെ കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്ന കാലം തൊട്ടുള്ള കണക്കുകൾ പറയണം, എല്ലാം പറയണം. ഈ കാലഘട്ടത്തിലൊക്കെ ഒരു വിഭാഗത്തിന് മേലെ മാത്രമല്ല സർ, ഇവിടെ ഹിന്ദുക്കൾക്കെതിരെയും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും സിഖുകാർക്കെതിരെയും ഒക്കെ നടന്ന അക്രമങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവണം. ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിനെ ഏകപക്ഷീയമായിട്ട് മാത്രം സംസാരിച്ചു പോകാതെ, പ്രത്യേകിച്ചും അത് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താകുമ്പോൾ അത് BJP ആണെന്ന് വരുത്തി തീർക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ നിലപാടുകൾക്ക് കൂട്ടുപിടിക്കാതെ നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുകയും പറയുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ തയ്യാറായാൽ ഇവിടെ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൽ ഇവർ തെറ്റുകാരല്ല എന്നുള്ളത് വെളിവായാൽ വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇവരുടെ മോചനത്തിനായി ഇവരുടെ കൂടെ അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളത് പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഈ വിഷം തുപ്പുന്ന ഈ രാഷ്ട്രീയ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലൊരു മേക്കിംഗ് നടക്കുന്നത്. നമ്മൾ കാണണം, വേറൊരു സംസ്ഥാനത്തുമില്ല. കേരളത്തിലെത്തുമ്പോഴാണ് ഇത്രയും കൂടുതൽ കഥകളും നുണക്കഥകളും ഉപകഥകളും ഒക്കെ ആയിട്ട് ഈ രാഷ്ട്രീയക്കാർ LDFും UDFും രംഗത്ത് വരുന്നത്. ഇവിടെയാണ് വർഗീയ വിഷയം ആരാണ് തുപ്പുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. വളരെ കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി ഓടി നടക്കുന്നു, പല സ്റ്റേറ്റ്മെൻറ്റുകൾ കോൺഗ്രസ് ഇറക്കുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, കോൺഗ്രസ് ഇപ്പം ആകെ പഴുത്ത് നാറി ചീഞ്ഞ അവസ്ഥയിലാണ് കേരളത്തിലുള്ളത്. അവർക്ക് ഒളിച്ചു വെക്കാനും പൊതിഞ്ഞു വെക്കാനും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ അവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ വീണു കിട്ടിയ ഒരവസരത്തെ ഉപയോഗിക്കുക, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്നുള്ള ഒരു മുഖംമൂടിയാണ് VD സതീശൻ്റെ പാർട്ടി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന നിലപാട്. മറ്റൊന്ന് ചോദിക്കട്ടെ, ഈ കോൺഗ്രസ്സുകാർ ഇത്രയും പറയുന്നുണ്ടല്ലോ, ഏതാണ്ട് 75 വർഷക്കാലമായി ഗാന്ധിജിയെ കൊന്നത് RSSകാരാണെന്ന് പാടി നടന്ന കൂട്ടരാണിവർ. ഈ 75 വർഷത്തിനിപ്പുറം ഏതാണ്ട് 40 വർഷത്തോളമായി കോൺഗ്രസ് ആ ഗാന്ധിജിയുടെ മണ്ണിൽ വിജയിച്ചിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എത്രയോ നുണപ്രചാരണങ്ങളാണ് അവർ നടത്തി വന്നിരുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഈ ഛത്തീസ്ഗഡിൽ അവർക്ക് കിട്ടിയത് കേവലം 1 സീറ്റല്ലേ. അവിടെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, ഭാരതീയ ജനതാ പാർട്ടിയാൽ അല്ല സംഘപ്രസ്ഥാനങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ആരോടൊപ്പമാണ് നിന്നത്? ഇന്ന് അവിടെ ഭരിക്കുന്നത് ആരാണ്? അപ്പോൾ ഇവർ ഈ കേരളത്തിലിരുന്ന് പറയുന്നതൊന്നുമല്ല വാസ്തവം. കേരളത്തിൽ അവർ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിട്ട് വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പം മധ്യപ്രദേശിലായാലും ഛത്തീസ്ഗഡിലായാലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലൊക്കെ ആയാലും പിടിവള്ളി നഷ്ടപ്പെട്ട് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു പരുവത്തിൽ ഇപ്പം ഇങ്ങ് കേരളത്തിൽ വന്നാൽ ഇവിടെയും ആകെ നാണം കെട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു കച്ചിത്തുരുമ്പായി ഇത്തരം വിഷയങ്ങളെ അവർ എടുത്ത് ഈ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് എടുക്കുന്നു എന്ന സങ്കടകരമായ അവസ്ഥയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്നു ജനങ്ങളെ. ഇത് നമ്മൾ പറഞ്ഞു ബോധിപ്പിച്ചു വരുമ്പോഴത്തേക്കും അതിന് മുന്നേ അവർ വർഗീയ വിഷം കുത്തിവെച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ UDF അതുപോലെ തന്നെ LDF ഒട്ടും പുറകിലല്ല. LDF മൂന്നാമതും അധികാരത്തിൽ വരാനായിട്ട് നെട്ടോട്ടം ഓടുകയാണ്. പക്ഷെ നമ്മൾ കണ്ടു ഇവിടെ അവരുടെ സംവിധാനങ്ങളെല്ലാം ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മേൽക്കൂര മൊത്തം പൊളിഞ്ഞു വീണിരിക്കുകയാണ്. അവിടെ എങ്ങനെ രക്ഷപ്പെടാനായിട്ട് അവിടെ ഇവർക്കെല്ലാം നടുവിൽ നിന്ന് നട്ടലോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കേരളത്തിൽ
ഈ വർഗീയ വിദ്വേഷമല്ല, നിലമ്പൂരിൽ ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞത് വികസനമാണ്. ആ വികസനം എങ്ങനെ കൊണ്ടുവരാമെന്ന് കാണിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു പാർട്ടിയായി ഇന്ന് BJP കേരളത്തിൽ ഉൾപ്പെടെ മാറിക്കഴിഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കുന്ന LDFകാരും UDFകാരും സ്വാഭാവികമായിട്ടും ഈ വിഷയത്തെ പൊളിറ്റിസൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് BJPയോ ഭാരതീയ ജനതാ പാർട്ടി ഈവൻ കേന്ദ്ര ഭരണം പോലും അവർക്ക് നീതി ഉറപ്പാക്കണമെങ്കിൽ അവരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, ശ്രീ സലീം മടവൂർ, ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ അസ്വാഭാവികമായിട്ട് എന്താണ് ഉണ്ടായിരിക്കുന്നത്? നോക്കൂ, 2 കന്യാസ്ത്രീകൾ, 3 ആദിവാസി പെൺകുട്ടികൾ സംശയാസ്പദമായ രീതിയിൽ കാണുന്നു. മാത്രമല്ല പരസ്പര വിരുദ്ധമായിട്ടുള്ള അവരുടെ മൊഴികൾ, അവരെ കസ്റ്റഡിയിലെടുക്കുന്നു. അവർ പറയുന്നതിൽ വാസ്തവമുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് 2 വകുപ്പുകൾ ആ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തുന്നു. സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവരെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിക്കും ബോധ്യപ്പെട്ട് കാണുമല്ലോ ഈ പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന്. അതുകൊണ്ടാണല്ലോ റിമാൻഡ് ചെയ്തത്. അസ്വാഭാവികമായിട്ട് എന്താണുള്ളത് ഇതിൽ? ഇവിടെ ഈ 3 പെൺകുട്ടികൾ, ഈ സിസ്റ്റേഴ്സ് ആയിരിക്കുന്ന പ്രീത മേരി, അതേപോലെ തന്നെ വന്ദന തോമസ്, ഇവരുടെ കൂടെ വന്നത് അവർ വീട്ടുജോലിക്കാവട്ടെ ആശുപത്രിയിലേക്കാട്ടെ അവരൊക്കെ 18 വയസ്സ് പൂർത്തിയായവരും ഞങ്ങൾ കുടുംബത്തിന്റെ അറിയിപ്പോട് കൂടിയിട്ട് സ്വന്തം തീരുമാനപ്രകാരമാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ പോലീസിന്റെ നടപടി സ്വീകരിച്ചാരാ? ബജറംഗ് ദൾ. ഇവിടെ നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് ദേശീയ ഭരണം RSSഉം വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണം ബജറംഗ് ദളും BHPയും പോലെയുള്ള സംഘടനകൾ നേരിട്ട് ഏറ്റെടുക്കുകയാണ്. അവിടെ പോലീസിന്റെ പണി എന്താണ്? പോലീസ് ചെയ്യേണ്ട പണി ഇങ്ങനൊരു വിഷയം ഉണ്ടായാൽ പ്രതികരിക്കില്ലേ? എങ്ങനെ പോലീസ് അന്വേഷിച്ച് പിടിക്കുന്നത്? സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ആ നിയമപ്രശ്നത്തിൽ ഇടപെടണം. അവിടെ ഒരാളൊരു കേസ് ചോദിക്കട്ടെ, റെയിൽവേയിലെ TT പറഞ്ഞു പോലീസ് വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നു. എന്താ ബജറംഗ് ദളിന് അവിടെ ഏർപ്പാട്? ബജറംഗ് ദൾ ആരാണ്? ഇത് നോക്കി നടപടി എടുക്കാൻ BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ പോലീസിന് കഴിയില്ലേ? ഭരിക്കുന്നത് BJP. ഇവിടെ ആരാ? ഇവിടെ ഈ രാജ്യത്ത് നിയമ സംവിധാനത്തിൽ നേരിട്ട് ഇടപെടാൻ RSS ആരാ? ഇവിടുത്തെ ദേശീയ പോലീസാണോ? ബജറംഗ് ദൾ ഇവിടുത്തെ ദേശീയ പോലീസ്. ഇവരെ ആരായി പണിയേൽപ്പിച്ചത്? അവരുടെ പണിയെടുത്താ പോരെ? കേരളത്തിൽ SFIയും DYFIയും CITയും CPM ഒക്കെ പോലീസ് ചമയുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനത് പറയണോ? നമ്മളെ ഇവിടെ എവിടെയാണുള്ളത്? ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് SFI ഇവിടെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇടപെടുക. പോലീസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുപോയിട്ടില്ല. എത്ര ഉദാഹരണങ്ങൾ പോലീസ് സ്റ്റേഷൻ ഇറക്കിക്കൊണ്ടുപോയിട്ടില്ല. ഇപ്പൊ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് ഇരിക്കുന്ന MV ജയരാജൻ, അതൊക്കെ പറയട്ടെ. രാഷ്ട്രീയ സംഘർഷങ്ങളിൽ പരസ്പര ഏറ്റുമുട്ടലുകൾ പലതും ഉണ്ടാവും. അതുപോലെയാണിത്. ഇതൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് വളർന്ന അവിടെ റെയിൽവേയില് TTR നേരിട്ട് സംശയം തോന്നി ഈ കുട്ടികളുടെ കാര്യത്തിൽ പോലീസിനെ അറിയിക്കുന്നത്. ആയിക്കോട്ടെ, TTR ചെയ്യുന്ന ഉത്തരവാദിത്തമാണ്. സംശയം ഉണ്ടെങ്കിൽ അറിയിക്കണം. പോലീസ് വന്ന് ചോദ്യം ചെയ്യട്ടെ. ശരിക്കുള്ള അവിടെ പോലീസിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തങ്ങൾ പറയുന്നത് പോലെ FIR ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ആ 2 കന്യാസ്ത്രീ ജയിലിൽ അടച്ചത് നിർബന്ധ ബുദ്ധിയിലാണ്. ആരുടെ നിർബന്ധ ബുദ്ധിയിൽ? ബജറംഗ് ദൾ വന്നു. ബജറംഗ് ദൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് പോലീസ് FIR ഇട്ടത് എന്ന വിവരം താങ്കൾക്ക് എവിടെ നിന്ന് ലഭിച്ചു? ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഏത് ദേശീയ മാധ്യമം? നമ്മള് ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ മാധ്യമങ്ങൾ ഗൂഗിൾ എടുത്ത് തുറന്നാൽ കാണാം. ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ എത്ര അങ്ങനെയാണെങ്കിൽ വാദത്തിന് വേണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ. ബജറംഗ് ദളിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇങ്ങനെ ഒരു FIR ഇടുന്നു. അത് കോടതിയിൽ എന്തായാലും കോടതിയിൽ ഹാജരാക്കിയല്ലോ ഈ 2 കന്യാസ്ത്രീകളെയും. അപ്പോ മജിസ്ട്രേറ്റിനെയും ബജറംഗ് ദൾ ഭീഷണിപ്പെടുത്തിയോ ഇവരെ റിമാൻഡിൽ? ഒരു കേസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷിക്കണം, തെളിവെടുപ്പ് പോകണം എന്നൊക്കെ പറയുന്ന സമയത്ത് ചില മജിസ്ട്രേറ്റുമാർ ഇവിടെ പലതരത്തിൽ ഞാൻ കോടതിയെ കുറ്റം പറയല്ല, നമ്മൾ പല തരത്തിലുള്ള വിധികളും പലതരത്തിലുള്ള ആളുകളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. കോടതികളുടെ വിശുദ്ധി നന്നാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള കോടതിയുടെ സ്വതന്ത്രമായ സാഹചര്യങ്ങളൊക്കെ തന്നെ വേറെ ചർച്ച ചെയ്യാം. ഇവിടെ ഈ ഒരു ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി എന്റെ പുറകെ കോടതികൾ വന്നിട്ട് നമുക്ക് അതിനോട് സമയം കിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വേറെ നിൽക്കട്ടെ. കോടതികൾ എന്താണ് സ്ഥിതി, ചില കോടതികളിലൊക്കെ തന്നെ എന്താണ് സ്ഥിതി എന്നും
നമ്മളിവിടെ എന്തിനാ ഇംപീച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ബജരംഗ് ദൾ ഇടപെട്ടതാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം. ബജരംഗ് ദളാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചതും. അങ്ങനെ ഛത്തീസ്ഗഡിലെ പോലീസ് അതാണ് അടിസ്ഥാന പ്രശ്നം. ബജരംഗ് കന്യാസ്ത്രീകളെ നിരപരാധികളായ കന്യാസ്ത്രീകളെ ബജരംഗ് ദൾ നിർബന്ധിച്ചുകൊണ്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്യണമെന്ന് വാശി പിടിച്ചപ്പോ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. ഇത് എന്ത് സംവിധാനമാണ് ഈ രാജ്യത്തിൽ? ഭരണഘടനയില്ലേ? ആ കുട്ടി പറഞ്ഞത് കേട്ടോ? പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആ കുട്ടി പറഞ്ഞത് കേട്ടോ? ഇല്ലല്ല, ആ 3 കുട്ടികളും മൊഴി കൊടുത്തിട്ടുണ്ട്. തങ്ങൾ അച്ഛനും മാതാപിതാക്കളുടെ സമ്മതത്തോടുകൂടി തങ്ങൾ ക്രിസ്ത്യാനികളാണ്, തെറ്റി 3 കുട്ടികളും കൊടുത്തിട്ടില്ല. 3 കുട്ടികളും ഒരുപോലുള്ള മൊഴി കൊടുത്തിട്ടില്ല. പിന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പലതരത്തിൽ ബജരംഗ് ദൾ പ്രവർത്തകർ എത്തിയോ? പോലീസ് സ്റ്റേഷനിലും ബജരംഗ് ദൾ പ്രവർത്തകർ എത്തി ഭീഷണിപ്പെടുത്തിയോ കുട്ടിയെ? അങ്ങനെയാണ് ബജരംഗ് ദൾ പ്രവർത്തകർ അങ്ങനെയാണ് 3 കുട്ടികൾ ഇതുപോലെ പറയണ്ടേ? 3 കുട്ടികളും ഇതുപോലെ പറയണ്ടേ? ഞങ്ങൾക്കറിയില്ല. 3 കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് സമ്മർദ്ദത്തിലൂടെ എന്തെങ്കിലും പറയിപ്പിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടികൾ ആദ്യം കൊടുത്ത മൊഴി തങ്ങൾ മാതാപിതാക്കളുടെ ഈ പെണ്ണ് കൊടുത്തുള്ള മൊഴി മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ്. ആ കുട്ടികൾ 18 വയസ്സായ കുട്ടികളല്ലേ? അവർക്കൊരു പോകണമെന്ന് വെക്കുക. എന്താ തടസ്സം? അവർക്കൊരു ജോലിക്ക് പോകണമെങ്കിൽ അതിന് സ്വാതന്ത്ര്യം അല്ലേ? ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം അല്ലേ? അത് ബജറംഗ് ദളിനോടും RSSനോടും അനുവാദം വാങ്ങണോ? ഈ രാജ്യത്ത് എന്താ ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോകുന്നത്? എല്ലാവരെയും മതം മാറ്റുക എന്നുള്ള ഒരു സംശയത്തിലാണ്. മനുഷ്യക്കടത്തിനെ RJD പൂർണ്ണമായും അനുകൂലിക്കുന്നുണ്ട് അല്ലെ? ആർക്ക് വേണമെങ്കിൽ ആരെയും എവിടെയും കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ല അല്ലെ? ഇത് മനുഷ്യക്കടത്താണോ? അല്ല, 18 വയസ്സായ പെൺകുട്ടികളെ അവരുടെ താല്പര്യമില്ലാതെ ഇഷ്ടമില്ലാന്ന് ഒരു കുട്ടി പറയുന്നു. ആ കുട്ടി പറയുന്നത് എന്താ താങ്കൾ മുഖവിലേക്ക് എടുക്കാത്തത്? എനിക്ക് താല്പര്യമില്ല, എനിക്കറിയില്ല, എവിടെയാ കൊണ്ടുപോകുന്നത് അറിയില്ല എന്നൊരു കുട്ടി പറഞ്ഞാൽ പിന്നെ അതാ വിശ്വസിക്കണോ? അതൊക്കെ അവിടെ സമ്മർദ്ദത്തിലൂടെ പല തരത്തിലുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ട് പെൺകുട്ടികളാണ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്. ഇവിടെ ഈ രാജ്യത്ത് മുഴുവനും BJP അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആളുകൾ നേരത്തെ ഇവിടെ പറഞ്ഞു തോന്നുന്നു. ഏകദേശം 2024 ഏറ്റവും ഇവിടെ അവസാനം വന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്ക് പ്രകാരം 834 ഒരു ദിവസം 2-ലധികം ക്രിസ്ത്യാനികൾ ആക്രമിക്കുകയാണ്. ശരാശരി 2-ൽ കൂടുതൽ ക്രിസ്ത്യാനികൾ ഒരു ദിവസം ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുകയാണ്. 2014 നരേന്ദ്രമോദി പറയട്ടെ, 2014 ഞാൻ പറഞ്ഞു തീർക്കട്ടെ, നിങ്ങൾ ഇവര് പറയുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചത് ആരുടെ കണക്കാ? യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അല്ല യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അവരുടെ കണക്കാണ്. അവര് 2014 151 അക്രമങ്ങൾ ഉണ്ടായത് കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അവർ ഉത്തരം പറയണ്ട. പക്ഷെ ഇന്നത് 834 ഒരു ദിവസം 2.5 ക്രിസ്ത്യാനികൾ രാജ്യത്ത് ആക്രമിക്കപ്പെടുകയാണ്. നമ്മൾ ഈ ഉത്തർപ്രദേശിലെ വിവിധ പ്രാർത്ഥനാലയങ്ങളിൽ നിന്ന് അടിച്ചോടിക്കുകയാണ്. ഒരു സാധന എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയൊക്കെ അവരെ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ച കഥ നമ്മൾ വായിച്ചില്ലേ? കന്യാസ്ത്രീകളെ തരൂലിലൂടെ തടിച്ചോടിക്കുകയല്ലേ? ഈ നിയമം കയ്യിലെടുക്കാൻ ഇവര് ആരാ അധികാരം കൊടുത്തത്? പശ്ചിമ ബംഗാളിൽ സലിം മടവൂര് കണ്ടിട്ടില്ല അല്ലെ? പശ്ചിമ ബംഗാളിൽ കളിക്കേണ്ട കാര്യമല്ല. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കണം. ക്രിസ്തു മതത്തിലെ അവരെ സന്യാസിമാർ അവർ ക്ഷേമ പ്രവർത്തനം മദർ തെരേസ തൊട്ടുകൊണ്ട് അവര് ചെയ്യുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, മനുഷ്യന്റെ കണ്ണുനീരുക്കുന്ന ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സഭകളുണ്ട്. ഇന്ത്യയിലെ നിൽക്കുന്നില്ല. പക്ഷെ അതിന്റെ മറവിൽ ചില ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പറ്റൂ. നിയമത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കാം ഏത് പൗരനാണെങ്കിലും. അത് കന്യാസിയാണെങ്കിലും, ഞാൻ പറഞ്ഞു, അത് സന്യാസിയാണെങ്കിലും സന്യാസിനിയാണെങ്കിലും ആരാണെങ്കിലും നിയമത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കാം. നിയമവിരുദ്ധമാണെങ്കിൽ പോലീസ് ഇടപെടും. ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ ഇടപെട്ട അത്രയും പാവപ്പെട്ട ആളുകൾ അയാളെ കുട്ടികളെ ചുട്ടുകൊല്ലുന്നിടത്തേക്ക് ഈ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയം വളരുകയാണ്, മാറുകയാണ്. അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ നേതൃത്വം ഉണ്ടോ? അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ അതിനെയൊക്കെ ചോദ്യം അത് വീണ്ടും വളരുകയാണ്. ഇപ്പോ ഈ പുതിയ നൂറ്റാണ്ടിൽ ഈ 2026 പോകുന്ന സമയത്ത് 25 ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ എന്തൊരു നാണക്കേടാണ്. എന്താ ഈ രാജ്യത്ത് നടക്കുന്നത്? ഇവിടെ പശുവിനെ കടത്തുന്നതിന് പിടികൂടുന്നു, കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു,
അതേപോലെ തന്നെ ചർച്ചുകൾ അടിച്ചു പൊളിക്കുന്നു. നമ്മൾ കണ്ടതല്ലേ, ചർച്ചുകൾ അടിച്ചു പൊളിക്കുന്നു, ആളുകളെ നഗ്നരായി നടത്തി മാർച്ച് നടത്തിക്കുന്നു. പിന്നെ മണിപ്പൂരിൽ അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ പഴയ തന്നെ ധാരാളമാണ്. എല്ലാ കാലത്തേക്കുള്ള സാധനം ഇവിടെ സംഘപരിവാർ കുറച്ചു കാലം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, മുറിവ് ഉണങ്ങാത്ത രൂപത്തിലുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. അതൊക്കെ രാജ്യത്തെ ജനങ്ങൾ കാണുന്നതല്ലേ, ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ. ഇത്രയും വ്യാപകമായിട്ട് രാജ്യത്ത് ഓരോ ദിവസവും ആക്രമിക്കുകയാണ്. ഒരു വിഭാഗത്തെ എന്താ ഭയപ്പെടുന്നത്? അവർ ചെയ്യട്ടെ, അവർ സ്കൂളുകൾ നടത്താൻ. ഈ രാജ്യത്ത് പണ്ട് മുതലേ സ്കൂളുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പ്രവർത്തിച്ചത് സ്കൂളുകൾ ആക്രമിക്കുന്നില്ലേ? ആക്രമിക്കുന്നു. നിങ്ങൾ മണിപ്പൂരിൽ പോയി നോക്കൂ, ക്രിസ്ത്യൻ സ്കൂൾ എത്ര ഞാൻ നാളെ യാത്ര ചെയ്ത് കണ്ടു. കുക്കി മേഖലയിൽ ക്രിസ്ത്യൻ സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മള് നാഗാലാൻഡിലെ കൊഹിമയിൽ നിന്ന് നേരെ ഇംഫാലിലേക്ക് സഞ്ചരിക്കുമ്പോൾ പല സ്ഥലത്തും ഞാൻ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവർ ചൂണ്ടിക്കാണിച്ചു വിദ്യാലയങ്ങളും മുസ്ലിം വിദ്യാലയങ്ങളും മാത്രം ആക്രമിക്കപ്പെടുന്നത് കാണുള്ളൂ. സലീം മടവൂരിനെ പോലുള്ളവർ. ഇപ്പുറത്ത് എന്താ നടക്കുന്നതെന്ന് താങ്കൾക്ക് അറിയില്ല അല്ലെ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാണ് ഞാൻ സഞ്ചരിച്ച മേഖലയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ സഞ്ചരിച്ച റൂട്ടിൽ അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയ മുതലെടുപ്പാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. സലീം മടവൂർ അത് വെച്ചാണ് 2 ദിവസങ്ങളായി സംഘപരിവാർ അജണ്ടയുമായി കേരളത്തിലെ LDF, UDF മാത്രമല്ല ഞങ്ങളുടെ എല്ലാ മാധ്യമങ്ങളും ഇത് വലിയ വിഷയമായി കൊണ്ടാടുകയാണ്. ഞാൻ ഒറ്റക്കാര്യം ചോദിച്ചോട്ടെ സലീം മടവൂർ, ചോദിച്ചോട്ടെ, ബംഗാളിൽ അവിടെ എത്ര ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തി? ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ നടന്നില്ലേ? ഏതെങ്കിലും ഒരു മാധ്യമം ചർച്ച ചെയ്തോ? താങ്കളെ പോലുള്ള ഇടതുമുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവ് വിഷയമാക്കി അവതരിപ്പിച്ചോ? ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലക്കെതിരെ വ്യക്തമായി അപലപിച്ചുകൊണ്ട് ഈ ഫ്ലോറിൽ വന്ന് ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. മാത്രമല്ല അതിനുള്ള ആർജവം ആർക്കും ഇല്ല. ബംഗ്ലാദേശിലെ ഹിന്ദു സമുദായത്തിന്റെ ഞങ്ങൾ പ്രസ്താവന ഇറക്കി അല്ലല്ല ബംഗ്ലാദേശിലെ ഹിന്ദു സമുദായ സംഘടനയുടെ ദേശീയ ജനത പേരെന്നോട് പറഞ്ഞു. അദ്ദേഹത്തെ വീഡിയോയിൽ ഇന്റർവ്യൂ ചെയ്ത യൂട്യൂബ് ചാനലിൽ അവരുടെ ഹിന്ദു സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരസ്യപ്പെടുത്തിയ ഒരാളൂടെ ഞാൻ. അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ല. ആക്രമിക്കപ്പെട്ടാൽ ക്രിസ്ത്യാനി സോഷ്യലിസ്റ്റുകാർക്ക് അല്ല ഒരുപോലെ. രാജ്യസഭാ അംഗങ്ങൾ ഉയർത്തി ഇതാ ന്യൂനപക്ഷ വേണ്ട നടക്കുന്നു, ക്രൈസ്തവ വേണ്ട നടക്കുന്നു എന്ന് ഈ പ്ലക്കാർഡ് ഉയർത്തിയ CPI-യുടെയും രാജ്യസഭാംഗങ്ങൾ CPM-ന്റെ ഏക കെ രാധാകൃഷ്ണൻ ഇവിടെ ബംഗ്ലാദേശിലും അതുപോലെ പശ്ചിമ ബംഗാളിലും ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമം നടന്നപ്പോ പ്ലക്കാർഡ് ഉയർത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സലീം മടവൂർ വരുന്ന മണിക്കൂറുകളിൽ താങ്കൾ അതിന് മറുപടി പറയണം. ശ്രീ ജോസഫ് ജൂഡ്, നേരത്തെ ശ്രീ RV ബാബു പരാമർശിച്ച കാര്യമാണ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നോക്കൂ, ഈ സേവന പ്രവർത്തനങ്ങളാവാം, നല്ലതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ ക്രൈസ്തവ മിഷണറിമാരുടെയൊക്കെ പ്രവർത്തനം ശ്ലാഘനീയമാണ്, ഒരു സംശയമില്ല. എന്നെ പോലുള്ളവരും ഈ ക്രൈസ്തവ വിദ്യാലയങ്ങളിലാണ് പഠിച്ചത്, ശരിയാണ്, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഈ താങ്കൾ പറഞ്ഞ സേവന പ്രവർത്തനം അതെന്തുകൊണ്ടാണ് ഈ ഹിന്ദു മേഖല മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്നത്? നോക്കൂ, ഏത് മേഖലയിൽ നിന്നാണ് ഈ 3 ആദിവാസി കുട്ടികളെ ആഗ്രയിലേക്ക് കൊണ്ടുപോകാനിരുന്നത് എന്ന് നേരത്തെ ശ്രീമതി സിന്ധുമോളും ഇവിടെ പറയുകയുണ്ടായി. എന്തുകൊണ്ട് അതിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. അത് സതുദ്ദേശപരമാണോ? അനിൽ നമ്പയർ, ക്രൈസ്തവ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭ രാജ്യത്ത് പലയിടങ്ങളിലും പ്രത്യേകിച്ച് സഭയുടെ സേവനം ആവശ്യമുള്ള മേഖലകളിൽ സേവനം ചെയ്യാൻ സന്നദ്ധരാണ്, അതിന് തയ്യാറായിട്ടുണ്ട്, അതിപ്പോഴും തുടരുകയും ചെയ്യും. കാരണം ക്രൈസ്തവ ദർശനത്തിൽ പ്രചോദിതരായി സേവനം ചെയ്യുന്ന ഈ സന്യാസിനി സമൂഹങ്ങൾ അവരുടെ സേവനം ആവശ്യമുള്ള ഏത് മേഖലയിലും, അവിടെ ഹിന്ദുക്കളാണെന്നോ മുസ്ലിങ്ങളാണെന്നോ
മറ്റേതെങ്കിലും മതമാണോ അതൊന്നും പശ്ചാത്തലമൊന്നും നോക്കാതെ തന്നെ സേവനം ആവശ്യമുള്ള മേഖലകളിൽ സേവനം ചെയ്യാൻ സമർപ്പിക്കപ്പെട്ടവരാണ്. അവരത് ചെയ്യുകയും ചെയ്യും. അതാണ് അതിന്റെ ഒരു പശ്ചാത്തലം. ശ്രീ ആർ വി ബാബു ഈ മൂന്ന് ആദിവാസി പെൺകുട്ടികൾക്ക് പകരം 3 മുസ്ലിം പെൺകുട്ടികളെയാണ് ഇതുപോലെ ആ റെയിൽവേ സ്റ്റേഷനിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയതെങ്കിൽ അതിന്റെ പുകിലെന്തായിരിക്കുമെന്ന് താങ്കൾക്കറിയാമോ? അല്ല, അത്തരം സാങ്കല്പിക ചോദ്യങ്ങളൊന്നും പ്രസക്തിയില്ല. കാരണം ഈ സമർപ്പിത സന്യാസിനിമാരുടെ സേവനം ആവശ്യമുള്ള മേഖലകളിൽ അവർ സേവനം ചെയ്യും. അവിടെ ആവശ്യം ട്രൈബൽ സഹോദരിമാർക്കായിരുന്നു ആവശ്യമെങ്കിൽ ആ സേവനം അവർ പ്രയോജനപ്പെടുത്തും. അത് മുസ്ലിമാണോ, അതൊക്കെ സാങ്കല്പികമായ ചില ചോദ്യങ്ങൾ മാത്രമാണ്. ഞാൻ മറ്റൊരു കാര്യമാണ് പറയാൻ ശ്രമിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. കാരണം ശ്രീ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ച 2 ചാർജുകളാണ് ഇവർക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് മനുഷ്യക്കടത്തും, രണ്ടാമത്തത് നിർബന്ധിത മതപരിവർത്തനവും. ഈ മനുഷ്യക്കടത്തിന് ആധാരമായിട്ട് അദ്ദേഹം പറഞ്ഞ നിയമം എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസിയെ നിയന്ത്രിക്കാനുള്ള നിയമം. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ ഇല്ല. ഇവിടെ ഒരു പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസിയും ഇല്ല, അവർക്കെതിരെ കേസുമില്ല. ഇവിടെ ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ആണ്. അതായത് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങൾ, അത് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കായിരിക്കാം. ആ ഡയറക്റ്റ് എംപ്ലോയർ ആണ് ഇവരെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയിരിക്കുന്നത്. അവിടെ പ്ലേസ്മെന്റ് ഏജൻസി ഇല്ല. പ്ലേസ്മെന്റ് ഏജൻസിക്കാണ് നിയമം ബാധകം. അപ്പൊ നേരിട്ട് ഒരു എംപ്ലോയർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാനുള്ള അവകാശമില്ലേ? അതും 18 വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. അതിനെ എല്ലാം നിയന്ത്രിക്കുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തുന്ന ഏജൻസികളെയാണ് നിയന്ത്രിക്കുന്ന നിയമം. അത് ശ്രീ ആർ വി ബാബു ഓർമ്മിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തേത്, നിർബന്ധിത മതപരിവർത്തനം നടന്നു എന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ആ റെയിൽവേ സ്റ്റേഷനിലെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ആളുകൾ ഇവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ഷൻ പോലുമില്ല. ആ ദിവസം തന്നെ മതപരിവർത്തനം നടത്തിയെന്ന് ഫോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെന്റ്, അല്യൂമെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരോപിക്കാനായിട്ട് എന്താണ് പശ്ചാത്തലം? അതുകൊണ്ടാണ് ഇത് തീർച്ചയായും ഫാബ്രിക്കേറ്റഡ് കേസാണ്, കള്ള കേസാണ്. നേരത്തെ പറഞ്ഞു പെൺകുട്ടിയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു. ഇന്നലെ അവർ പറഞ്ഞല്ലോ, ഇന്നലെ അവർ മൊഴി കൊടുത്തല്ലോ. അത് കഴിഞ്ഞ് നാരായൺപൂരിൽ നടന്ന സംഭവങ്ങളും പത്രങ്ങൾ, മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പാരന്റ്സിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു, SP ഇടപെടുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഇതിനകം തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പശ്ചാത്തലങ്ങൾ അവിടെ നിൽക്കട്ടെ. തീർച്ചയായും ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തില് ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. BJPയുടെ രാഷ്ട്രീയമോ UDFന്റെ രാഷ്ട്രീയമോ LDFന്റെ രാഷ്ട്രീയമോ അതിലൊന്നും ഞങ്ങളുടെ വിഷയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സന്യാസിനിമാർ, ഞങ്ങളുടെ സഹോദരിമാർ അവിടെ അകാരണമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നതിലാണ് ഞങ്ങളുടെ പ്രതിഷേധം. അത് തീർച്ചയായും ഫാബ്രിക്കേറ്റഡ് കേസാണ്. ആ സന്യാസിമാരുടെ പീഡിപ്പിക്കാൻ, അല്ലെങ്കിൽ മാനസികമായും ശാരീരികമായും ഒരു സ്ത്രീ, ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ, പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അവരെ ചോദ്യം ചെയ്യാനായിട്ട്, പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിൽ അവരെ ആക്രമിക്കുന്നത്, അവരെ തട്ടുന്നത്, തടകുന്നത് ഒക്കെ നമുക്ക് ചിത്രങ്ങളിലൂടെ, ടെലിവിഷനിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ പോലീസിനെ നിർബന്ധിച്ച്, പോലീസിൽ ഫോഴ്സ് ചെലുത്തി അവർക്കെതിരെ കള്ളക്കേസ് എടുത്തത് തീർച്ചയായും മറ്റെന്തെങ്കിലും താല്പര്യമാണോ എന്ന് അറിഞ്ഞുകൂടാ. ഗവൺമെന്റ് ഇവിടെ നിശബ്ദത പാലിക്കുന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഞങ്ങൾ വേണ്ടവരെ, പ്രധാനമന്ത്രി അടക്കമുള്ളവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജോസഫ് ചൂഡ്, ഇങ്ങനെ താങ്കൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സംഘടനയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഈ 2 കന്യാസ്ത്രീകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതെങ്കിൽ, FIR ഇട്ടതെങ്കിൽ, ഇന്നിപ്പം മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിർബന്ധിത മതപരിവർത്തനം, അതുപോലെ മനുഷ്യക്കടത്ത്, അതിനുള്ള ശ്രമം നടന്നു എന്നതിന് തെളിവുകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇപ്പൊ ഇത് എന്തായാലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമല്ലോ. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അല്ല, ഇതിനിടയിൽ പലർക്കും തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഭരണം കയ്യിലിരിക്കുന്നവർക്ക് തെളിവുകൾ ഉണ്ടാക്കാൻ എന്താണ് പ്രയാസം? നമുക്കറിയാലോ. നമ്മളിത് വെള്ളിരിക്ക പട്ടണമല്ലല്ലോ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തെളിവുകൾ ഉപയോഗിച്ച് ചില ആളുകളെ കൊല്ലാൻ കാരണമായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. അല്ല, വേറൊരു വാർത്ത കൂടെ വന്നിട്ടുണ്ട് പുറത്ത്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോന്ന് അറിയില്ല. 8 വർഷങ്ങൾക്ക് മുമ്പ് കോർബ ജില്ലയിലെ കുറ്റുരുവ ഗ്രാമത്തിൽ ആരോഗ്യ സേവനത്തിൻ്റെ പേരിൽ ഒരു മിഷണറി ആശുപത്രി പ്രവർത്തിച്ചിരുന്നു. ഇതിന് ചുക്കാൻ പിടിച്ചതും ഇപ്പോൾ അറസ്റ്റിലായ പ്രീതി മേരി എന്ന കന്യാസ്ത്രീയാണ്. ആദിവാസികളെ മതപരിവർത്തനം നടത്താൻ ആശുപത്രി മറയാക്കുന്നു എന്ന ആക്ഷേപം ശക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് സർക്കാർ അവിടെ ഒരു ആശുപത്രി തുറന്നു.
തുടർന്ന് ഈ പ്രീതി മേരിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രി അവർ തന്നെ അടച്ചു പൂട്ടി. പിന്നീട് കന്യാസ്ത്രീകൾ അവരുടെ പ്രവർത്തനം മധ്യപ്രദേശിലേക്ക് മാറ്റി. ആ വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പോലീസ് അന്വേഷിക്കുമല്ലോ, ഇതിന്റെ പശ്ചാത്തലമൊക്കെ പോലീസ് ചെയ്യുമല്ലോ. അല്ല മിസ്റ്റർ അനിൽ നമ്പ്യാർ, ഇതൊക്കെ നേരത്തെ തുടങ്ങി ഇത്ര ആരോപണങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് 2014 മുതൽ ഈ ആക്രമണം ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചത്. 2014 ഉണ്ടായിരുന്നു ആക്രമണം, പിന്നീട് എല്ലാ വർഷവും ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷെ ആ ആക്രമണങ്ങളുടെ തോത് വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ 174 ആക്രമണങ്ങൾ 2014 നടന്നിരുന്നുവെങ്കിൽ അതിപ്പോൾ 834 വർദ്ധിച്ചിരിക്കുന്നു. ഈ 6 മാസത്തിനിടയിൽ മാത്രം 377 ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നു. അപ്പൊ ഇതൊക്കെ എപ്പോഴും ഉന്നയിക്കപ്പെട്ടിരുന്ന ആരോപണങ്ങളാണ്. മതപരിവർത്തനം നടത്തുന്നു, ഈ സേവനത്തെ കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് അന്നും ഇന്നും തുടർന്നു വരുന്ന ആരോപണങ്ങൾ മാത്രമാണ്. അല്ല ശ്രീ ജോസഫ് ചൂഡ്, ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണത്തിൽ മാത്രമാണോ താങ്കൾക്ക് ആകുലത, ഉത്കണ്ഠ? ഈ രാജ്യത്ത് ബാക്കി എന്തൊക്കെ നടക്കുന്നുണ്ട്? അല്ലെ, ഏത് ന്യൂനപക്ഷം അത് പറയുന്നില്ലല്ലോ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ദരിദ്രരായ ആളുകൾ, പാവപ്പെട്ട ആളുകൾ ആരായാലും ആക്രമിക്കപ്പെട്ടാൽ അത് പ്രതിഷേധാർഹം തന്നെയാണ്. അല്ല, ആരും അതിക്രമത്തിന് വിധേയരാകാൻ പാടില്ല. ക്രൈസ്തവർ മാത്രമല്ല, ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്ത് സുരക്ഷിതരായി ജീവിക്കണം. ആരും പണമുള്ളവൻ, അധികാരമുള്ളവൻ, ബലമുള്ളവൻ ആരുടെ പാവപ്പെട്ടവന്റെ മേൽ, നിസ്സുറായ ആളുടെ മേൽ കുതിര കയറാൻ നിയമം അനുവദിക്കരുത്. അല്ല, ഇപ്പൊ ഈ 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന്റെ പേരിൽ രാജ്യത്താകെ ക്രൈസ്തവ വേട്ട നടക്കുന്നു എന്നൊരു ബാനറും പൊക്കിപ്പിടിച്ചുകൊണ്ട് വിശിഷ്യ കേരളത്തിലെ ഇടതുമുന്നണിയും വലതുമുന്നണിയൊക്കെ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ആ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനെ എങ്ങനെയാ താങ്കൾ കാണുന്നത്? താങ്കൾ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം എങ്ങനെയാ അതിനെ നോക്കിക്കാണുന്നത്? അല്ല, അതല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ പല ഘട്ടങ്ങളിലും നേരത്തെ അഡ്വക്കേറ്റ് സിന്ധുമോൾ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ തന്നെ പല സംഭവങ്ങളിലും BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കും. അത് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സ് ആണ്. ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഹോദരിമാർ അകാരണമായി പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അത് നീതീകരിക്കാനാവില്ല. അത് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന നിസ്സംഗത നമുക്ക് ന്യായീകരിക്കാനും കഴിയില്ല. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അതാണ്. അല്ലാതെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഓക്കെ ശരി. ശ്രീ RV ബാബു, നേരത്തെ സലീം മടവൂർ പറഞ്ഞത് ജോലിക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആകുന്നത് എന്നാണ്, മനുഷ്യക്കടത്ത് എങ്ങനെ ആവുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം വയനാട്ടിൽ നിന്നൊക്കെ ആദിവാസി മേഖലയിലുള്ള കുട്ടികളെ ഒക്കെ, അതായത് പ്രായപൂർത്തിയായ കുട്ടികളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടെ എനിക്ക് തോന്നുന്നു ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ മുമ്പിലോ മറ്റോ ഹാജരാക്കണം എന്ന് തോന്നുന്നു. മാത്രമല്ല, ആ കുട്ടി തിരിച്ചു വന്നു കഴിഞ്ഞാലും ആ സാന്നിധ്യം, ആ കുട്ടി ഇവിടെ എത്തി എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതിനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലും അതായിരിക്കാം അവസ്ഥ, അല്ലേ? അപ്പം നോക്കൂ, അങ്ങനെയുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉല്ലംഘിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴല്ലേ പിടിക്കപ്പെടുന്നതും ഇതുപോലെ നിയമ നടപടിക്ക് വിധേയമാവുന്നതും. ശ്രീ RV ബാബു ഒന്ന് അഡ്മിറ്റ് ചെയ്യൂ. ഓക്കെ. അനിൽ നമ്പ്യാർ, ഈ ജോസഫ് ജൂഡും ശ്രീ സലീം മടവൂരും നിയമം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഈ ഒച്ചപ്പാട് മുഴുവൻ ഉണ്ടാക്കുന്നത്. ജോസഫ് ജൂഡ് പറയുണ്ടായി പ്രൈവറ്റ് ഏജൻസിയാണ് ബാധകം. അദ്ദേഹം ക്ലോസ് 4 എന്ന് വായിക്കണം ആക്ടിന്റെ. പേഴ്സൺസ് ഓർ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസി നോട്ട് ടു ഓപ്പറേറ്റ് വിത്തൗട്ട് ലൈസൻസ്. പേഴ്സൺസ് ഓർ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസി എന്നാണ്. വ്യക്തികൾക്കോ പ്രൈവറ്റ് ഏജൻസികൾക്കോ ലൈസൻസ് ഇല്ലാതെ ആളുകളെ കൊണ്ടുപോകാൻ പാടില്ല. നോ പേഴ്സൺ ഓർ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസി ഷാൾ ക്യാരി ഓൺ ഓർ കമൻസ് ദ ബിസിനസ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് എന്നാണ് ഈ ആക്ട് അങ്ങനെ പറയുന്നത്. വ്യക്തികൾക്കോ പ്രൈവറ്റ് ഏജൻസിക്കോ ലൈസൻസ് ഇല്ലാതെ ആളുകളെ പുറത്തേക്ക് ജോലി കൊണ്ടുപോകാൻ പാടില്ല. അത് ഛത്തീസ്ഗഡിലെ നിയമമാണ് സാർ. ആ നിയമം ലംഘിച്ചാൽ 18 വയസ്സൊന്നുമില്ല, 20 വയസ്സൊന്നുമില്ല. ആരെ കൊണ്ടുപോകണമെങ്കിലും അവിടെ ഈ നിയമത്തിനനുസൃതമായിട്ടേ കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോ താങ്കൾ ആ നിയമം ഒന്നുകൂടി എടുത്ത് വായിക്കണം. അത് വ്യക്തികൾക്കും ബാധകമാണ്, ഏജൻസികൾക്കും ബാധകമാണ്. പിന്നെ ഇവിടെ ബാക്കി പറഞ്ഞതൊക്കെ ഈ ചർവിത ചർവണം പോലെ 834 ആക്രമണം നടന്നു, 534 ആക്രമണം നടന്നു, ആക്രമണങ്ങളുടെ കണക്കെടുത്തിട്ട് ആരുടെ കാലത്താണ് ആക്രമണം നടന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ആരുടെയാണ്? ഇപ്പൊ സലീം മടവൂർ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറഞ്ഞതാണ്. ആരാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം? ആരാണ്?
ഇവിടെ ഒരു വിഭാഗം ക്രൈസ്തവര് ഈ കാലഘട്ടങ്ങളിൽ തങ്ങളെ കൂടുതൽ ആക്രമിക്കപ്പെടുന്നു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്നുകൊണ്ട്, കോൺഗ്രസിന്റെ ഒപ്പം ചേർന്നുകൊണ്ട് നിരന്തരം പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ക്രൈസ്തവ സഭയുടെ നേതാക്കന്മാരോ ഒക്കെ ഉണ്ട്. വഖഫിന്റെ വിഷയം വന്ന സമയത്ത് നമ്മൾ കണ്ടതല്ലേ. 100-600ഓളം ക്രിസ്ത്യൻ വീടുകൾ അവർ കാശ് കൊടുത്ത ഭൂമി, ആ ഭൂമിയിൽ നിന്ന് അവരെ ഇറക്കി വിടുന്ന സാഹചര്യം വന്നപ്പോൾ പോലും ഒരു വിഭാഗം ക്രൈസ്തവ സഭാ നേതാക്കന്മാരുടെ നിലപാടെന്തായിരുന്നു? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു? ഈ RJDയുടെ നിലപാടെന്തായിരുന്നു? സലിം മടവൂരിനൊക്കെ ഇവിടെ വല്ലവരും ഉണ്ടെങ്കിൽ അവരുടെ നിലപാടെന്തായിരുന്നു? ആ ഭീകര നിയമം ഇവിടുത്തെ ക്രൈസ്തവരെ, മുനമ്പത്തെ 450ഓളം ക്രൈസ്തവ കുടുംബങ്ങളെ പെരുവഴിയിലാക്കുന്ന സമയത്ത് ആ നിയമത്തിന് എതിരായിട്ട് ശബ്ദിക്കുന്നതിന് പകരം ആ നിയമത്തിന് അനുകൂലമായി നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയവരാണ് ഇവര്. പറയുന്നോ ക്രൈസ്തവ സ്നേഹം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ എന്നിട്ട് മണിപ്പൂർ എന്ന് ആവർത്തിച്ച് 4 നേരം ഗുളിക രൂപത്തിൽ വിഴുങ്ങിയാൽ പോരാ. മണിപ്പൂരിലെ ആക്രമണം ക്രൈസ്തവരും തമ്മിലാണ്, ഹിന്ദുക്കളും തമ്മിലാണ്. സലിം മടവൂരെ, താങ്കൾ മണിപ്പൂർ പോയിട്ടുണ്ടെങ്കിൽ മെയ്തി വിഭാഗവും കുക്കി വിഭാഗം എന്ന് പറയുമ്പോൾ 2 വിഭാഗത്തിലും ക്രിസ്ത്യാനികളുണ്ട്, 2 വിഭാഗത്തിലും ഹിന്ദുക്കളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ ഈ മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഒച്ച വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ എന്താണ് ജോസഫ് ജൂഡ് ക്രൈസ്തവരെ ആക്രമിക്കുന്നതിൽ വല്ലാതെ അദ്ദേഹത്തിന് വിഷമാണ്. അദ്ദേഹം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് പത്തനംതിട്ടയില് കുറച്ച് ക്രൈസ്തവ പാതിരിമാര്, ക്രൈസ്തവ മിഷണറി പ്രവർത്തകന്മാരെ ഒരു വിഭാഗം ആളുകൾ ആക്രമിച്ചത് എന്താണെന്ന് അറിയാമോ? അങ്ങേക്ക് എന്തിനാണെന്നറിയാമോ? അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച് അത് പബ്ലിഷ് ചെയ്തു, അത് വിതരണം ചെയ്തു. ആ പുസ്തകത്തിന്റെ പേരങ്ങക്ക് ഓർമ്മയുണ്ടോ? അങ്ങക്ക് ആ സംഭവം ഓർമ്മയുണ്ടോ? ഒന്ന് പറയാമോ? ചിൻവാദ് പാലം എന്നൊരു പുസ്തകമാണ്. ചിൻവാദ് പാലം എന്ന പുസ്തകം പബ്ലിഷ് ചെയ്ത് പ്രസിദ്ധീകരിച്ച് അവർ വിതരണം ചെയ്തു. ആരാണ് അവരെ വളഞ്ഞു വെച്ച് ആക്രമിച്ചത് ഓർമ്മയുണ്ടോ? എന്ന് മാത്രമല്ല, അന്നത്തെ ഗവൺമെന്റ് ആ മിഷണറിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തതിന്റെ, ചിൻവാദ് പാലം എന്നൊരു പുസ്തകം പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. എവിടെയായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവ സഭ? അവർക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടുണ്ടോ ക്രൈസ്തവ സഭ? ഒരക്ഷരം. അവരെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ ഈ പറയുന്ന ക്രൈസ്തവ സഭ നേതാക്കന്മാരുണ്ടായിരുന്നോ? ഇല്ല. കാരണം കേരളത്തിൽ ഈ കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലരുടെയും നെറ്റി ചുളിയും, അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല. ഈ കേരളത്തിൽ ഒന്നും ഈ പറയുന്ന വിഭാഗത്തിനെതിരെ നടപടിയെടുക്കാനോ ശബ്ദിക്കാനോ നിങ്ങൾക്ക് നട്ടലില്ല. ആ നട്ടലില്ലായ്മ നിങ്ങൾ അപ്പം മാത്രമല്ല കാണിച്ചിരുന്ന ചൂടെ. നിങ്ങളുടെ ഒരു അധ്യാപകൻ ജോസഫ് സാറ് അദ്ദേഹത്തിന്റെ കൈവെട്ടിയില്ലേ? അദ്ദേഹത്തിന്റെ കൈവെട്ടിയത് എന്തിന്റെ പേരിലാണ്? അന്ന് നിങ്ങളുടെ സഭയുടെ നിലപാടെന്തായിരുന്നു അറിയാമോ? ആ അധ്യാപകനെ നിങ്ങൾ തള്ളി പറഞ്ഞു. ആ അധ്യാപകന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ കാരണം, നിങ്ങളുടെ നിലപാട് കൊണ്ട്. നിങ്ങൾ ഏകപക്ഷീയമായ നിലപാടാണ്. നിങ്ങൾ ഇവിടെ കേരളത്തിൽ നിങ്ങളുടെ നിലപാട് ഏകപക്ഷീയ. നിങ്ങൾ എടുക്കുന്നത് ഇപ്പൊ കേരളത്തിന് പുറത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ആക്രമണങ്ങളോട് നിങ്ങളുടെ നിലപാട് എന്താണ്? ഈ ഒട്ടകപക്ഷി നയം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവര് സഭയുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുമാറി, അല്ലെങ്കിൽ സഭയെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് കൂട്ടുചേരുന്നത്. അത് മറക്കണ്ട. പിന്നെ നിങ്ങൾ ഈ ആക്രമണങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ആക്രമണങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ എന്തുകൊണ്ട് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു, അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ ആന്റി കൺവെൻഷൻ ലോ കൊണ്ടുവന്നത്? എന്താ മതപരിവർത്തന നിരോധന നിയമം ഇന്ത്യയിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് ഗവൺമെന്റുകൾ തന്നെ തയ്യാറായതിന്റെ കാരണം എന്താ? വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നു എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞില്ലേ? കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ലേ അംഗീകരിച്ചത്? കോൺഗ്രസ് നേതൃത്വമല്ലേ ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തനം നിയമം മൂലം നിരോധിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിയമം കൊണ്ടുവന്നത്? ആ കോൺഗ്രസ്സുകാരെ അത് നിയമം കൊണ്ടുവന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? അന്ന് നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോ നിങ്ങൾ ആസൂത്രിതമായി ഈ രാജ്യത്ത് ഒരു ദേശീയമായ മുന്നേറ്റവും ദേശീയമായ സർക്കാരും രംഗത്ത് വന്ന കാലഘട്ടം മുതൽ ആസൂത്രിതമായി അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു, എതിർക്കാൻ ശ്രമിക്കുന്നു. അല്ലാതെ നിങ്ങളുടെ ഈ 834, 434 എന്നുള്ള കണക്കൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നേരെ അത് വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പല വ്യാജ ആരോപണങ്ങൾ. ഇപ്പൊ ജാംബുവയിൽ കന്യാസ്ത്രീമാരെ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഒരു ആരോപണമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ശരിക്കും പറഞ്ഞാൽ അത് മുതലാണ് എനിക്ക് ഈ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, ക്രൈസ്തവ സഭകൾ ആക്രമിക്കപ്പെടുന്നു എന്ന് വ്യാപകമായ പ്രചരണം തുടങ്ങി വെച്ചത് ജാംബുവ സംഭവമാണ്. പോയല്ലോ ഇവിടെ നിന്ന് ഒരു സംഘം, സെബാസ്റ്റ്യൻ പോളിന്റെ നേതൃത്വത്തില്
ഓർക്കുന്നുണ്ടോ ജൂടെ? അന്ന് സെബാസ്റ്റ്യൻ പോളിന്റെ നേതൃത്വത്തില്, ഇടതുപക്ഷത്തിന്റെ MP ആയിരുന്നു സെബാസ്റ്റ്യൻ പോളിന്റെ നേതൃത്വത്തിൽ ജാംബോയിൽ പോയി അന്വേഷണം നടത്തി പുറത്തു വന്നു. അവർ കൊണ്ടുവന്ന റിപ്പോർട്ട് എന്തായിരുന്നു? ജാംബോയിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ചത് സഭയിലെ തന്നെ കുഞ്ഞാടുകളാ. അവിടുത്തെ ക്രിമിനലായിട്ടുള്ള ഒരു വിഭാഗം ക്രൈസ്ത്യാനികളാണ് ജാംബോയിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ചത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നില്ലേ? നമ്മൾ ചർച്ച ചെയ്തതല്ലേ? ഈ കർണാടകയിൽ ഉണ്ടായല്ലോ അത്തരം സംഭവം. അപ്പൊ അവിടെയൊക്കെ ക്രിമിനലുകൾ ആക്രമിക്കുമ്പോൾ അതെല്ലാം ചെന്ന് ചേരുന്നത്, ക്രിസ്ത്യാനികൾ ആക്രമിച്ചാൽ, കള്ളന്മാർ ആക്രമിച്ചാൽ, കൊള്ളക്കാർ ആക്രമിച്ചാൽ അതൊക്കെ ബജരംഗികൾ, അതൊക്കെ സംഘപരിവാർ. ഈ ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യാജ പ്രചരണം ഏറെക്കാലം നിങ്ങൾ നീണ്ടു നിൽക്കുന്നു വിചാരിക്കരുത്. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ നാട്ടിൽ വർഗീയമായ വിഭജനം സൃഷ്ടിക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ അതിൽ ചെന്ന് ചാടിക്കൊടുക്കാൻ ഇവിടുത്തെ ക്രൈസ്തവർ തയ്യാറായാൽ യാതൊരു സംശയവും വേണ്ട, അത് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമൂഹം നിങ്ങളെ സംശയത്തോടെ കാണും. നിങ്ങൾ സംശയത്തിന്റെ നിഴലിലായിരിക്കും, യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. നിങ്ങളുടെ ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ വ്യാപകമായ മതപ്രചരണം നടത്തുന്നു. ആ മതപ്രചരണത്തിന്റെ മറവിൽ നിങ്ങൾ നടത്തുന്ന, ഇപ്പോ ഇവിടെ സലീം മഠം അവർ ഒരുപാട് സ്കൂൾ നടത്തുന്നു, ഒരുപാട് ആശുപത്രി നടത്തുന്നു. സോ വാട്ട്? അവർ ആശുപത്രി നടത്തിയാൽ മതം മാറ്റാനുള്ള അവർക്ക് അനുവാദം ഉണ്ടോ? അവർ ആശുപത്രി നടത്തുന്നു, അതുകൊണ്ട് മതം മാറ്റം നടത്താം എന്നാണ്. സ്കൂൾ നടത്തുന്നു, അവർക്ക് മതം മാറ്റം നടത്താൻ അനുവാദം ഉണ്ടോ? നിങ്ങൾ ആരോപിക്കുന്നല്ലേ, നിങ്ങൾ ആരോപിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണല്ലോ സാർ നിയമം കൊണ്ടുവന്ന്, കോൺഗ്രസ് സർക്കാരല്ലേ നിയമം കൊണ്ടുവന്നേ? നിങ്ങൾ ഒരു കാലത്ത് പിന്തുണച്ചതല്ലേ ഇതിന്? എന്തിനാണ് നിയമം കൊണ്ടുവന്നേ? എന്തിനാണ് സാർ നിയമം കൊണ്ടുവന്നേ? പറയേ, കോൺഗ്രസ് ഗവൺമെന്റ് എന്തിനാണ് നിയമം കൊണ്ടുവന്നേ? നിങ്ങൾ പറഞ്ഞോ, ഞാൻ നമുക്ക് 1-to-1 ടോക്ക് നടത്താം. ഐ എം റെഡി to talk with you. നിങ്ങൾ പറയൂ, tell me why the government imposed the anti-convention law? Congress government, tell me sir. നിങ്ങൾ പറയൂ, നിർബന്ധിത മതപരിവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ വന്നിരിക്കുന്ന നിയമങ്ങളാണ്. അത്തരം വാചകങ്ങളൊന്നും വേണ്ട, ഈ ഫ്ലോറിൽ അത്തരം വാചകങ്ങളൊന്നും വേണ്ട. കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആന്റി കൺവെൻഷൻ ലോ കൊണ്ടുവന്നത് ഇത്തരം മതമാറ്റങ്ങൾ നടന്നുകൊണ്ടാണ് സർ. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി മതമാറ്റം നിരോധിക്കണം എന്ന് പറഞ്ഞത് സർ. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ മതമാറ്റം നിരോധിക്കണം എന്ന് പറഞ്ഞത് സർ. നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും ഒക്കെ മതമാറ്റത്തെ എതിർത്തത് അതുകൊണ്ടാണ് സർ. വ്യാപകമായ മതമാറ്റങ്ങൾ നടന്നു. ആ മതമാറ്റങ്ങൾ നടന്നത് മുഴുവൻ ഈ ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചും പ്രലോഭിപ്പിച്ചും ഒക്കെയാണ്. അതുകൊണ്ടാണ് കൺവെൻഷൻ നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് അത്തരം വാചകങ്ങളൊന്നും വേണ്ട. അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ താങ്കൾ പറഞ്ഞോളൂ, ഞാൻ പറയാൻ തയ്യാറാ. താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. പറഞ്ഞോളൂ. ലോകത്തെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും എന്റെ സ്വതന്ത്രമായ അഭിപ്രായം, ഒരാൾക്ക് ഏത് മതവിശ്വാസമാണോ ശരിയെന്ന് തോന്നുന്നത് ആ മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഇന്ത്യയിൽ നിർബന്ധിത മത പരിവർത്തനം നടന്ന ഘട്ടത്തിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നിയമം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ജനാധിപത്യ രാജ്യത്തിന് യോജിച്ച നടപടിയല്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ആളുകൾക്ക് മതത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, മതം മാറാം, ഒരു മതത്തിലും ഇല്ലാതെ ജീവിക്കാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം മനുഷ്യനില്ലേ? ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഇനി ഞാൻ എല്ലാ കാലവും ഇസ്ലാം മതത്തിൽ ജീവിച്ചിരിക്കണമെന്ന നിയമം കൊണ്ടാണ് അടിച്ചേൽപ്പിക്കേണ്ടത്. എന്റെ വിശ്വാസം കൊണ്ടല്ലേ ഞാനൊരു മതത്തിന്റെ ആളാവേണ്ടത്? ഒരാളുടെ വിശ്വാസം കൊണ്ടല്ലേ അയാൾ ഹിന്ദു മതമാവേണ്ടത്? ഒരു നിയമത്തിലൂടെയാണോ? രാജ്യത്ത് കൊണ്ടുവന്ന, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഒരു ലോകത്ത് ഇത്ര ലക്ഷം ഹിന്ദുക്കൾ ഉണ്ടായാൽ മാത്രമേ ഹിന്ദു മതവും ദൈവവും രക്ഷപ്പെടുന്നുണ്ടോ? ഇത്ര കോടി ഇത്ര ലക്ഷം മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലേ മുസ്ലിങ്ങളുടെ ദൈവവും മുസ്ലിങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ടോ? ആളുകൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്നു ഏത് മതത്തിലും വിശ്വസിക്കട്ടെ. എന്തിനാ മതമാറ്റം ഇല്ലാതാക്കുന്നതും ആളുകളെ പേര് രണ്ടും വേണ്ടല്ലോ. ആളുകളെ പ്രത്യേകമായ ഒരു മതത്തിലേക്ക് പ്രത്യേകമായി നിർബന്ധിതമായ മതപരിവർത്തനത്തിന് ആവശ്യമില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഇന്ന മതത്തിൽ തന്നെ തുടരണം, ജനിച്ചാൽ പിന്നെ മതം മാറാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യ? അത് പാടുണ്ടോ? ആളുകൾക്ക് സ്വയം പഠിക്കാനും മാറാനും ചിലർ മതം ഇല്ലാതെ പറയും. അതിനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്കില്ലേ? അങ്ങനെയല്ലേ രാജ്യം വേണ്ടത്? നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരുത്തൻ ബി ജെ പി പറയുന്നത് പോലെ എല്ലാ കാലവും ഹിന്ദുവായി ജനിച്ചാൽ ഹിന്ദു ഭൂരിപക്ഷ സംവിധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി മതം മാറാൻ പാടില്ല, നിങ്ങൾ ഇനി മതമാവണം, വേറെ ഒന്നും പോകാൻ പാടില്ല, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അത് ഇന്ത്യയിൽ നടക്കും, ഏതോ രാജ്യത്ത് നടക്കുമോ? ലോകത്ത് നടക്കുമോ? സലിമാടെ മതം മാറുന്നതിന് ആരാണ് ഇതിൽ പറഞ്ഞത്? മതം മാറുന്നതും മതം മാറ്റുന്നതും രണ്ടാണ് സാർ. താങ്കൾ അത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി. ചോദിക്കട്ടെ, നിങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്ന വഖഫ് നിയമത്തില് 5 കൊല്ലം ഒരു മതം വിശ്വസിച്ചാൽ മാത്രമേ, വിശ്വസിച്ച ആളുകൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന് വരെ നിങ്ങൾ നിയമം കൊണ്ടുവരാണ്. അതിനെന്താ കുഴപ്പം? അയാളുടെ സ്വത്ത് അയാൾക്ക് ഇഷ്ടം പോലെ കൊടുത്തൂടെ?
എന്റെ അല്ല. സ്വത്ത് എനിക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം, ഹിന്ദുക്കൾക്ക് കൊടുക്കാം, ക്രിസ്ത്യാനിക്ക് അല്ല. കൊടുക്കാം, മറ്റൊരു മതമില്ലാത്തവർ കൊടുക്കാം. എന്റെ ഞാൻ 5 പൊന്ന് കൊല്ലം സലിമടവൂരെ, ഞാൻ 5 കൊല്ലം ഭൂമിയെ- ഇസ്ലാം മതത്തിൽ നിന്നാൽ മാത്രമേ സലിമടവൂരെ, നിങ്ങൾ എന്തൊക്കെ ഈ രാജ്യത്ത് സലിമടവൂരെ, നടപ്പിലാക്കുന്നത്? അവനവന്റെ ഭൂമി അല്ലാത്ത ഭൂമി പോലും ആ ഭൂമി അതിലൂടെ നടന്നാൽ പോലും വഖഫായി പ്രഖ്യാപിച്ച ചരിത്രമാണ്. അങ്ങനെ ആയ ഭൂമി ഏതാ പറയൂ? ഏത് ഭൂമിയാ? അല്ല നിങ്ങൾ പറയോ അങ്ങനെ ആയ ഭൂമി ഏതാണ്? അല്ല സിമ്പിൾ ചോദ്യം, സിമ്പിൾ ചോദ്യം, അതുപോലെ ചോദ്യം കൂടെ. ഇപ്പോ നിങ്ങൾ പുതിയ നിയമം കൊണ്ടുവന്നല്ലോ, നമ്മുടെ മുനമ്പത്തെ പ്രശ്നം സമ്പൂർണ്ണമായിട്ട് അതോടുകൂടി പരിഹരിക്കപ്പെട്ടോ? ഇനി ജുഡീഷ്യൽ പ്രോസസ്സിലല്ലേ? ജുഡീഷ്യൽ പ്രോസസ്സിലല്ലേ ഇപ്പൊ എന്താ? അത് കഴിഞ്ഞാൽ ഇനി ഗവൺമെന്റ് ഒന്നും ചെയ്യട്ടെ. കേരള ഗവൺമെന്റ് ചോദിക്കട്ടെ കേരള ഗവൺമെന്റ് ഒന്നും ചെയ്യട്ടെ? പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടോ? കേരള ഗവൺമെന്റ് ചെയ്യണം. കേരള ഗവൺമെന്റ് അല്ലല്ല, നിങ്ങളെ നിയമം വന്നില്ലേ? നിങ്ങളെ നിയമം വന്നവർ പരിഹരിക്കപ്പെടുന്നവരെ പറഞ്ഞത്. ഇനി കേരള ഗവൺമെന്റ് ഒന്നും ചെയ്യണ്ടല്ലോ, ജുഡീഷ്യൽ പ്രോസസ് കഴിവുകൊണ്ട് കിട്ടിക്കോളൂ. അത് ജനങ്ങളോടൊന്ന് പറയോ? അങ്ങനെയാണോ? അല്ല സലിമടവൂരെ, ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഈ മുനമ്പത്തെ ഭൂമിയെ സംബന്ധിച്ച് കോടതി പരിഗണിക്കുമ്പോൾ ട്രൈബ്യൂണൽ ഒരു വിധി പറഞ്ഞാൽ ആ ട്രൈബ്യൂണലിന്റെ വിധിയെ ചോദ്യം ചെയ്യാൻ നിലവിലെ നിയമം അനുസരിച്ച് അത് സാധിക്കും. മറ്റേ ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണ്. ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമായിരുന്നു. ആ ട്രൈബ്യൂണലിന്റെ വിധിയെ ചോദ്യം ചെയ്യാൻ, അപ്പെക്സ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഇന്നത്തെ നിയമത്തിൽ സാധിക്കുന്നു. ഇതാണ് ഈ നിയമം കൊണ്ട് അവൻ ഹൈക്കോടതിയിലെ നേരത്തെ പറഞ്ഞത് ഹൈക്കോടതിയാണ്. നേരത്തെ ഇടപെട്ട ഹൈക്കോടതിയല്ലേ? ഈ ട്രൈബ്യൂണൽ ഹൈക്കോടതിയല്ലേ? നേരത്തെ ഇടപെട്ടത് വഖഫിന്റെ രജിസ്റ്ററിൽ പെട്ടതിന് ശേഷം ഹൈക്കോടതിക്ക് ട്രൈബ്യൂണൽ തീരുമാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൈബ്യൂണൽ അല്ല ട്രൈബ്യൂണലിനോട് ഹൈക്കോടതി ഇടപെട്ടോ? അല്ല നിങ്ങൾ പറയുന്നത് ട്രൈബ്യൂണലിന്റെ ബോർഡ് ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റൂല. ഹൈക്കോടതി ഇടപെട്ടോ? അതിന്റെ മുകളിൽ ട്രൈബ്യൂണൽ തീരുമാനിക്കട്ടെ. അല്ലല്ല ട്രൈബ്യൂണലിനോട് ട്രൈബ്യൂണലിനോട് നടപടി ഞാൻ ചോദിക്കുന്നത് ഹൈക്കോടതി ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിച്ച് നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കഴിഞ്ഞ നിയമത്തിൽ ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണോ അല്ലയോ? ശ്രീ ആർ വി ബാബു മനഃപൂർവ്വം ശരി, അതിന് പറയും കൊടുക്കരുത് പ്ലീസ്. സലിം മടവൂർ യെസ് അഡ്വക്കേറ്റ് സിന്ധുമോൾ, എന്തായാലും ഇത് കോടതിയിലെത്തിയതുകൊണ്ട് കോടതിക്ക് മാത്രമേ ഇനി തുടർ നടപടികളിൽ എന്ത് തീരുമാനിക്കണം എന്ന് പറയാനാവൂ. ഇതിപ്പോൾ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ കാണുന്നു എന്ന് പറയുന്നു. കോൺഗ്രസും അതുപോലെ മറ്റ് പ്രതിപക്ഷത്തുള്ള എല്ലാ സംഘടനകളും ഇത് വലിയൊരു വിഷയമായി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംഘപരിവാർ സംഘടനകളെ ആക്രമിക്കാനുള്ള ഒരു ആയുധം വീണ് കിട്ടിയത് ആഘോഷിക്കുകയാണ്, കൂട്ടത്തിൽ മാധ്യമങ്ങളും. ഇപ്പം നോക്കൂ, ഇത് നിയമപരമായി തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അതിനെ ഒരു എളുപ്പ വഴിയിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ എങ്കിലും ഇവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള നിർബന്ധിത മതപരിവർത്തനം, അതുപോലെ മനുഷ്യക്കടത്ത്, ഇതൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയല്ലേ? ശ്രീ അനിൽ, ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീ ജോസഫ് ജൂഡ് അദ്ദേഹത്തിൻ്റെ ആൻസൈറ്റി, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പങ്കുവച്ചു. എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും സഭാ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പ്രതിനിധി അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ മിനിസ്ട്രിയുമായി മുഖ്യമന്ത്രിയുമായി ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കും. ഇവിടെ എന്തെങ്കിലും ഒരു പാകപ്പഴ ഈ അറസ്റ്റ് തുടർന്നുള്ള കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറിച്ച് അങ്ങനെ വന്നാൽ എന്ത് നിയമസഹായമാണോ അവിടെ വേണ്ടത് അതെല്ലാം ചെയ്യാൻ BJP തന്നെ മുന്നിട്ടുണ്ടാവും. സലിം മടവൂർ പറയുന്ന പോലെയൊന്നുമല്ല, അവിടെ BJPക്കാർ തന്നെ മുന്നിട്ടുണ്ടാവും. അതേസമയം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഒരു ന്യായാധിപൻ്റെ മുന്നിൽ വരുന്നത് എവിഡൻസ് ആണ്, തെളിവുകളാണ്. അതെന്താണ് എങ്ങനെയാണ് എന്നൊന്നും ഇപ്പോഴും നമ്മൾക്ക് വ്യക്തമായിട്ടില്ല. അത് വ്യക്തമാകുന്ന പക്ഷം അതിലെന്തെങ്കിലും കാര്യഗൗരവമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് നിയമപരമായ ഒരു വലിയ പ്രോസസ്സിൽ കൂടി മുന്നോട്ട് പോകും എന്നുള്ള, അത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തൊക്കെ സംഭവിക്കുന്ന രീതിയിൽ ഒരു കോടതിയുടെ മുന്നിൽ എത്തിയ കാര്യമാണ്. അത് അതിൻ്റെതായ പ്രോസസ്സിൽ പോകും.
അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ആരെയെങ്കിലും കരുവാക്കാനോ ആരെയെങ്കിലും കുറച്ച് കാണിക്കാനോ എന്തെങ്കിലും കാര്യത്തിൽ ഇവരെ മുൻനിർത്തിയിട്ട് ബാർഗൈനിങ് നടത്താനോ ഒന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് സംഘപ്രസ്ഥാനങ്ങൾക്കോ താല്പര്യമില്ല എന്നുള്ളത് 100% ഞാൻ ശ്രീ ജോസഫ് ജോർജിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം ഞാൻ ശ്രവിച്ചത് കൊണ്ടാണത് പറഞ്ഞത്. അതേസമയം എനിക്ക് ഈ സലിം മടവൂരിനോട് പറയാനുള്ളത്, അദ്ദേഹത്തിന് എന്തോ ഒരു സംഭവം എവിടെയോ ഒരു പിടിവിട്ടു പോയ അവസ്ഥയിലാണ് സംസാരിക്കുന്നത്. നിയമത്തെക്കുറിച്ച് പറയുന്നതിൽ, മുനമ്പത്തെക്കുറിച്ച് പറയുന്നതിൽ, അദ്ദേഹം മണിപ്പൂരിൽ കൂടി യാത്ര ചെയ്തു എന്ന് പറയുന്നത് എല്ലാത്തിലും കറക്റ്റ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ എങ്ങനെ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാം, ഒരു വൃത്തികെട്ട രാഷ്ട്രീയ മുഖം നൽകാം, അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. മുനമ്പത്തെ ജനങ്ങൾ ആലോചിക്കൂ, അവർ ഒരു നീതിക്ക് വേണ്ടി എവിടെ നിന്നൊരല്പം വെളിച്ചം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് അതൊരു വലിയ വെളിച്ചമായി, ഒരു പ്രകാശമായി എത്തിക്കാൻ കിരൺ റിജിജു വരെ അവിടെ എത്തി. നിയമമന്ത്രി, ഇന്ത്യയുടെ നിയമമന്ത്രി തന്നെ അവിടെ എത്തി ജനങ്ങളെ നേരിട്ട് കാണാൻ. അതിന്റെ നിയമവശങ്ങളെ കുറിച്ചും അതെങ്ങനെ സോർട്ട് ചെയ്തെടുക്കണമെന്നുള്ളതിനെ കുറിച്ച് പോലും അദ്ദേഹം ആ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചു. ജനങ്ങൾ ആദിയിലും വ്യാധിയിലും നിന്ന സമയത്ത് ആരായിരുന്നു അവരോടൊപ്പം ഉണ്ടായിരുന്നത്? നിങ്ങളൊക്കെ എവിടെയായിരുന്നു ശ്രീ സലിം മടവൂർ? RJD, കോൺഗ്രസും LDF ഒക്കെ ഈ 100-100 കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവർക്ക് കിട്ടാനുള്ള ക്രിയാത്മക മാർഗമാണ്. നിങ്ങളെ പോലെ പറ്റിക്കുന്ന നിയമം ഉണ്ടാക്കിയത്, നിയമം ഉണ്ടാക്കി ഇവിടെ വന്ന് അവർക്ക് നിയമം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്വീകരണം കൊടുത്ത് സമ്മേളനത്തിൽ വന്ന് പറഞ്ഞത് കോടതിയിൽ പോകാനാ പറഞ്ഞത്. നിങ്ങൾ ബംഗ്ലാദേശും ഇടയ്ക്ക് കൂട്ടിക്കൊഴിച്ചു. ബംഗ്ലാദേശിനെ കുറിച്ച് മിണ്ടുവോ? നിങ്ങൾ ബംഗാളിനെ കുറിച്ച് ബംഗ്ലാദേശിലായാലും പാകിസ്ഥാനിലായാലും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തുന്ന അക്രമങ്ങളെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാമോ? അതേപോലെ ഒരു ഹിന്ദു സന്യാസിയെ വേട്ടയാടി കൊന്ന നാടാണ് ഇന്ത്യ മഹാരാജ്യം. ആര് വേട്ടയാടി? ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. ശ്രീ ജോസഫ് ജോർജിന്റെ അഭിപ്രായത്തിലേക്കൂടെ ഞാൻ പറയുകയാണ്, ഇവിടെ വേട്ടയാടപ്പെടുന്നത് ഒരു വിഭാഗമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ഹിന്ദു സന്യാസിയെ അടിച്ചും മെറിഞ്ഞും കൊന്ന് ജീവന് വേണ്ടി കെഞ്ചിയിട്ട് പോലും വിടാതെ കൊന്ന വർഗമുള്ള നാടാണിത്. ഇവിടെ ഇന്ന് ഇത്രയെങ്കിലും നിയമവ്യവസ്ഥ മുന്നോട്ട് പോകുന്നെങ്കിൽ, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇത്രയും കരുതൽ നൽകുന്നുവെങ്കിൽ അത് ശ്രീ സലിം മടവൂരിന്റെ പാർട്ടി ഒന്നും ഇരുന്നപ്പോഴല്ല, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആ സലിം മടവൂര് എത്ര അക്രമങ്ങൾ കുറഞ്ഞു, എത്ര വംശീയ ലഹളകൾ കുറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, സലിം മടവൂരിന് പഹൽഗാമിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാനുള്ള ധൈര്യം ഉണ്ടോ? പഹൽഗാം പറയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങളല്ലേ ആ സമയത്ത് ഏതെങ്കിലും മാളത്തിൽ പോയി ഒളിച്ചിരുന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു വിഷയം അത് നിയമപരമായ വിഷയം ഉണ്ടായപ്പോൾ കേരളത്തിലെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ്. നിങ്ങളുടെ ഈ ലക്ഷ്യം ഈ കേരളത്തിന്റെ മണ്ണിൽ നടക്കില്ല സലിം മടവൂരെ. നിങ്ങൾ ആരുടെ ലക്ഷ്യം നടക്കില്ല. കാരണം ഞങ്ങൾ സ്നേഹയാത്ര തുടങ്ങിയിടത്തുനിന്ന് നിങ്ങളുടെ അന്താളിപ്പ് തുടങ്ങിയതാ. ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്ക് BJP സ്നേഹയാത്ര തുടങ്ങിയപ്പോ നിങ്ങളുടെ ചങ്കിടിപ്പ് കൂടിയതാ. നിങ്ങളുടെ ചങ്കിടിപ്പ് മിഷനിൽ പോലും കിട്ടാത്ത വിധം ഉയർന്നത് ഞങ്ങൾ കണ്ടതാ. ആ ചങ്കിടിപ്പ് ഇപ്പോഴും നിങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇനിയും പോകും ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്ക്. നിങ്ങൾ വിലക്കേർപ്പിയ മണിപ്പൂരിൽ കണ്ടു, ഏത് പള്ളിയിലും ഏത് അച്ഛനെയും ഏത് വികാരിയെയും കാണിച്ചല്ലേ. നിങ്ങളുടെ ഒന്നും ഒത്താശ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ പച്ചയായ ഒക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശ്രീ ജോസഫ് ജോർജ് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു ആശങ്ക, ആ ആശങ്കയോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി. മനസ്സിലായോ? ഇവിടെ ഞങ്ങൾക്ക് അവർ നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്ന കന്യാസ്ത്രീകളാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഒരുപാട് കന്യാസ്ത്രീകൾ, അമ്മമാർ ഈ രാജ്യത്ത് അവരവരുടെ ജീവിതം അത് മനസ്സിലാക്കുന്ന ആ നിയമക്കുരുക്ക് അഴിച്ചു മാറ്റി അവരെ പുറത്തു ഞങ്ങൾക്കേ ഉള്ളൂ.
അല്ല, നിങ്ങൾ ഈ ഛത്തീസ്ഗഡിലെ കേരളത്തിന്റെ BJP ഗവൺമെന്റിന്റെ പ്രവർത്തകർ പറയുന്ന തെറ്റാതെ പോലെയല്ല. പറയാനാണോ പോയത്? ഇത് തെറ്റ് ഇന്ത്യ ചെയ്ത ആരെ മഹാരാജ്യം, അറസ്റ്റ് ചെയ്യും? ഇന്ത്യ മഹാരാജ്യം അല്ല, ഇവിടുന്ന് ഭരിക്കുന്നത് ആളെ വിട്ടത് NDA, BJP നിയമവിരുദ്ധമായി പ്രവർത്തിച്ച ആരെ ആ ധൈര്യം ഈ ഇവരുടെ ആളെ വിട്ടത്? നിയമവിരുദ്ധമായി പ്രവർത്തിച്ച ആരെ അതുകൊണ്ട് അറസ്റ്റ് ചെയ്യും? ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അല്ല, എന്തിനാ ആ പിന്നെ ഇവരുടെ ആളെ ധൈര്യമുള്ള വിട്ടത്? ഇവിടുത്തെ കാത്തിരുന്ന് ന്യൂനപക്ഷങ്ങൾക്ക് കാണുക. അവരുടെ ആവശ്യം ന്യായമായ ഇവിടെ ആളെ വിട്ടത് എന്തിനാ? എനിക്ക് പറയാൻ അവസരം വേണം. പ്രധാനമന്ത്രിയും ഭരണകൂടമുള്ള Yes. രാജ്യത്ത് അവർ അത് പ്രതീക്ഷിക്കും. Yes. അവർ നിങ്ങളുടെ ഈ കള്ളക്കഥകൾ പൊളിച്ചടക്കും സലിം മടവൂർ, അതിൽ ഒരു സംശയവുമില്ല. ഓക്കെ, നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതുപോലെ നിയമത്തിന്റെ പരിരക്ഷയും എല്ലാവർക്കും ലഭിക്കും. ഛത്തീസ്ഗഡിൽ അന്യായമായിട്ടാണ് 2 കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അവർ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതല്ലാതെ ഇതുവെച്ചുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ആരും, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിലുള്ളവർ, വശംവദരാകരുത്. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.